അവരുടെ കുടുംബത്തിൽ പലപ്പോഴും നടക്കുന്ന മീറ്റിങ്ങിൽ കടന്നു പോകുവാനും ദൈവിക ശുശ്രൂഷകളിൽ ഞങ്ങൾ പങ്കെടുക്കുവാനും ദൈവം ഭാഗ്യം എനിക്ക് സഹായിച്ചു. ഞങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു, സത്യജിത്ത് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തോടെ ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. ലാലുവറിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ ഞാൻ മുഖേനയാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ അതിന് കൂട്ടായ്മയ്ക്ക് ഒരു കാരണം ആക്കി തീർത്തത് ലാലു ബ്രദറും സാരി സിസ്റ്ററും ഈ കുഞ്ഞുങ്ങളുമൊക്കെയാണ്. അവരെയും നന്ദിയോട് ഓർക്കുന്നതുമായ കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിശ്ചിതമായിരിക്കുന്ന തിരുവചന ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ ഇവിടെയും കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3, 6, 9 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 3, 6, 9 വാക്യങ്ങൾ. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ. ശീമോൻ പത്രോസ് അവരോട് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ആ കൂടെയുള്ളവർ പറയും, ഞങ്ങളും കൂടെ പോരുകയാണ്. 6-ാമത്തെ വാക്യം. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. 9-ാമത്തെ വാക്യം. അവർ കരക്കിറങ്ങിയപ്പോൾ മതി. വളരെ നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. വേദപുസ്തകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. 43-ാമത്തെ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 21 അധ്യായങ്ങളുണ്ട്, 878 വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെതാകുന്ന സുവിശേഷത്തിൻ്റെ മേഖലകളിൽ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ലാസ്റ്റിലത്തെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാനെ യേശുവിൻ്റെ മാറിലെ ചൂട്, യേശുവിൻ്റെതാകുന്ന സ്നേഹം, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ തിരുവചനത്തിന് ചില കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. AD 90 കാലഘട്ടങ്ങളിൽ ഈ പുസ്തകം എഴുതുന്ന ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാൻ എന്ന പേരിനർത്ഥം ദൈവം കൃപാലുവാകുന്നു എന്നാണ് യോഹന്നാന്റെ പേരിന് അർത്ഥം. വേദപുസ്തകത്തിലെ ഓരോ പേരുകൾക്കും അതിൻ്റെതാകുന്ന അർത്ഥവും അതിൻ്റെതാകുന്ന നിലവാരവും അതിൻ്റെതാകുന്ന രീതികളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ എന്ന പേരിന് നമ്മൾ അർത്ഥമാക്കുന്നത് ദൈവം കൃപാലുവാകുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ദൈവം കൃപാലുവായതുകൊണ്ടാണ് ഇന്ന് ഈ ഹാളിനുള്ളിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കണ്ണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന അല്പം പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ മാറിയെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ കടന്നു വരാൻ കഴിയല്ല. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന് സാന്നിധ്യം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയത്തില്ല. ഈ രാത്രി വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ പാദത്തിലായിരിക്കുമ്പോൾ 3 കൂട്ടം മീനിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കടലിലുള്ള മീനാണ്. 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വലയിൽ കുരുങ്ങിയ മീന്. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കനലിൽ വെച്ച മീന്. അപ്പോൾ 3 ടൈപ്പ് മീനുകൾ എല്ലാ രാജ്യത്തും എല്ലാ ദേശത്തും. ബഹ്റിലുമുണ്ട്, അതുപോലെ മറ്റ് GCC കൺട്രീസും ഉണ്ട്, വൈറ്റ് പീപ്പിൾസിൻ്റെ ഇടയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇതുപോലെ 3 ടൈപ്പ് മനുഷ്യർ എപ്പോഴും നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്തും നമ്മുടെ രീതികളിലുമുണ്ട്. എന്നാൽ 1-ാമത്തെ ഭാഗത്ത് കടന്നു വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ആര് പറയുന്നു? യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാകുന്ന പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇതെന്ന് പറഞ്ഞാൽ ദൈവസഭയുടെയോ അല്ലെങ്കിൽ അവൻ്റെതായ സ്നേഹത്തിനോ ആ രീതിക്കല്ല, അവൻ്റെ സ്വന്തം കാര്യത്തിനു വേണ്ടി അവൻ പോകാൻ ശ്രമിക്കുന്നുവെന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഇവിടെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞത് ഒരു നാച്ചുറൽ മാനാണത്. നാച്ചുറൽ മാൻ അതിനെ പറഞ്ഞ ഫിഷ് ഇൻ ദ സീ, കടലിലുള്ളൊരു മീന്. ഫിഷ് ഇൻ ദ സീ, കടലിലുള്ളൊരു മീന്. ഇവൻ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ആരും ചോദിച്ചില്ല നീ എവിടെ പോകണമെന്ന്, നീ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചില്ല. ഇവൻ സ്വന്തമായിട്ട് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. സ്തോത്രം. ഞാൻ പലവട്ടം ഈ മെസ്സേജ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനല്ലാതെ നമ്മളെ സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ജ്ഞാനത്തിനോ നമ്മുടെ കഴിവിനോ നമ്മുടെ വകതിരിവിനോ നമ്മുടെ രീതികൾക്കോ ഒന്നും ഒരിക്കലും യേശുവിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. ഇവിടെ ഈ ദേശത്ത് കർത്താവ് ഇത്രത്തോളം നിർത്തിയതും ഉന്നതന്മാരോടുകൂടെ
പന്തി പോന്ന് നിൽക്കുവാൻ നീ ഭാഗ്യമൊരുക്കിയതും, നമ്മളെ ദൈവം നടത്തിയതും, നമ്മൾ നല്ല ജോലിയിൽ പ്രവേശിച്ചതും, നല്ല മുന്നോട്ട് പോകുവാൻ ഭാഗ്യമൊരുക്കിയതും ഒക്കെയും കർത്താവിന്റെ കൃപയാ. സഹോദരങ്ങളെ, ഇന്നലെ പകലിൽ ജീവിച്ച പല പ്രിയപ്പെട്ടവർ ഇന്ന് പകലില്ല. ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ജീവശ്വാസം അവരിൽ ഉണ്ടായിരുന്നവർ പലരും ഈ രാത്രിയിൽ പലയിടങ്ങളിലും മാറിപ്പോയി. എങ്കിലും പാട്ടുകാരൻ പറയുന്ന പോലെ, എന്നാലും സാധു ഞാൻ സന്നിധിയിൽ നിന്നത് കർത്താവേ പൊന്നേശുവേ നിന്റെ കൃപയാൽ കൃപയാൽ കൃപയാൽ. യേശുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു വ്യക്തി പെട്ടെന്ന് എഴുന്നേറ്റ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോസ്പൽ പ്രൊപ്പഗേഷന് വേണ്ടി, സുവിശേഷം പറയുവാൻ വേണ്ടി ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റു വ്യക്തികളോട് സുവിശേഷം പറയുവാൻ ഞാൻ പോകുന്നു എന്ന് ആണ് ഇതിനെ അർത്ഥമാക്കേണ്ടത്. ഇവിടെ അവൻ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. യേശു പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ഇപ്പോൾ മീൻ പിടിക്കുന്നവനായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ എന്ത് ചെയ്യാ, മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കും. ഗാവുകളിലും ഗലികളിലും അതുപോലെ ഗ്രാമങ്ങളിലുമൊക്കെ നമ്മൾ കടന്നുപോയി അല്ലവിടേക്ക് പോകുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം പ്രചരിപ്പിക്കുവാൻ, യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ, യേശുവുമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ ചില പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടേണ്ടത് ആവശ്യമുണ്ട്. എനിക്കറിയാൻ വേണ്ടിയിരിക്കുന്ന ലാലു ബ്രദർ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ അനുഗ്രഹത്തോടെ ഇതിൽ വർഷങ്ങൾ താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവൻ അനേകം ആൾക്കാർ താമസിക്കുന്ന ആ പ്രത്യേക ചില സ്ഥലങ്ങളിൽ അവിടെ കടന്നുപോയി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയുമായിരുന്നു. അവിടെ വെച്ച് കൂട്ടം ആൾക്കാരെ കൊണ്ടുവരുമായിരുന്നു. അവരെ പോയി വിളിച്ചുകൊണ്ട് വരികയും അവർക്ക് ആഹാരം കൊടുക്കുകയും അവരെ നിത്യതയുടെ ആ വാക്കുകളെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്, വേണമെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പാസ്റ്റർക്ക് ആയിരിക്കാൻ പറ്റും, ലാലു പാസ്റ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹം ആരെ രക്ഷിക്കപ്പെടുത്തിയോ അവരെയൊക്കെയും അതാത് സഭകളിലേക്ക് ഓരോരുത്തരെയും പറഞ്ഞു വിട്ടു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ഈ ക്യാമ്പ് വിസിറ്റിങ് ഇതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ഈ ദൈവത്തിന്റെ വചനം എന്ത് പ്രസംഗിക്കണമെന്ന് കർത്താവുമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ ഈ വാക്കാണ് ഇവിടെ പറയാം, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അവിടെ 3-ാമത്തെ വാക്യം ഒരിക്കൽ വായിക്കാം. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. കൂടെ ഉള്ളവർ പറയാ, ഞങ്ങളും കൂടെ എന്ത് ചെയ്യാ, ഞങ്ങളും കൂടെ വരികയാ. ചില സഭകളിൽ പ്രശ്നം ഉണ്ടായേക്കാം. എല്ലാ സഭകളിലും ഈ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് രീതിയിൽ കൂടെ സഭകൾ പോകുന്നു. പണ്ട് കാലങ്ങളെക്കാളും അപ്പുറമായിട്ട് വളരെ പ്രയാസത്തിൽ കൂടെ സഭകൾ പോകുന്നു, കുടുംബങ്ങൾ പോകുന്നു, മക്കൾ വല്ലാത്ത അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ പറയും, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ രാത്രി കാലം പറയാ, നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം നമുക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മീൻ പിടിക്കാൻ കടന്നു പോകുന്നു. എങ്ങനെയാ? ഇവൻ മാത്രമല്ല പോകുന്നത്. അതിന് 21-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന് വായിച്ചാട്ടെ, 21-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കണ്ട, അതിന്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വന്ന് യേശു പിന്നെയും പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ആർക്ക് പ്രത്യക്ഷനായി? അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. യേശുവിന്റെ പ്രത്യക്ഷത, യേശുവിൻ്റെതാകുന്ന വെളിപ്പാടുകൾ, യേശുവിൻ്റെതാകുന്ന സാന്നിധ്യം, യേശുവിൻ്റെതാകുന്ന മഹത്വം മറ്റു വ്യക്തികൾക്കല്ല യേശു പ്രത്യക്ഷനാകുന്നത്. യേശുവിനെ കാത്തിരിക്കുന്ന, യേശുമായി ബന്ധം സ്ഥാപിക്കുന്ന, യേശുമായി സ്നേഹിക്കുന്ന, യേശുമായി ഇടപെടുന്ന, യേശുവിന്റെ ഏറ്റവും ഹൃദയപ്രകാരമുള്ള ശിഷ്യന്മാർക്കാണ് യേശു പ്രത്യക്ഷനാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പണ്ട് കാലങ്ങളിൽ പിശാച് പലരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ യേശു പിശാചിനെ നോക്കുന്ന രീതിയല്ല. എന്റെ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ യേശു പിന്നെയും എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യങ്ങൾ യേശു പ്രത്യക്ഷനായി. അനന്തരം എന്നൊരു വാക്കാണ് അതിന്റെ 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം പിന്നെയും. അനന്തരം എന്ന് പറയുമ്പോൾ അതിനർത്ഥം മുൻപ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആകയാൽ അങ്ങനെ, എന്നാൽ, ഉടനെ എന്ന വാക്കിനൊക്കെ വേദപുസ്തകത്തിൽ വളരെ അർത്ഥമുണ്ട്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധം നമ്മൾ സംസാരിക്കും. അനന്തരം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരികയും യേശു ക്രിസ്തു നമ്മെപ്പോലെ ജീവിക്കുകയും യേശുവിൻ്റെതാകുന്ന ദൗത്യ നിർവഹണം ചെയ്യുകയും അതിനുശേഷം യേശു ഇവിടെ വെച്ച് മരിക്കുകയും യേശു പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതുപോലെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പിന്നെയും അവൻ ഇവിടെ വരികയാണ്. അതിന്റെ അർത്ഥം എന്ത് ചെയ്യാ? തന്നെ ചേർക്കുവാൻ യേശു ഇന്ന് രാത്രികാലം വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ കം ബാക്ക്. ഞാൻ പോയതുപോലെ ഞാൻ എന്ത് ചെയ്യും?
ഞാൻ തിരിച്ചു വരും. അതിന്റെ അർത്ഥം സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൻ നാളിൽ നമ്മളെ ചേർക്കുവാൻ യേശു നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ ശാപങ്ങൾ മാറും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും, നമ്മുടെ നിന്ദകൾ മാറും, നമ്മുടെ പരിഹാസങ്ങൾ മാറും. ഈ പരിഹാസങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു ദിവസം നിത്യയുഗങ്ങളായി നമ്മൾ കർത്താവിന്റെ സന്നിധിച്ചെത്തുന്ന ഒരു ദിവസമുണ്ട്. ആയതിനാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവൻ പിന്നെയും നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന ദൈവം. നമ്മുടെ കഷ്ടതയുടെ പീരീഡിൽ, നമ്മുടെ ബുദ്ധിമുട്ടിന്റെ ഞെരുക്കത്തിൽ, നമ്മുടെ വേദനയുടെ ഘട്ടങ്ങളിൽ, നമ്മൾ ഏതെങ്കിലും പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു അകന്നു നിൽക്കുന്നവനല്ല, നമ്മുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, മകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, മകളെ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരരുത്. അതിന്റെ അർത്ഥം പറയുന്നത് യേശു ക്രിസ്തു പിന്നെയും നമ്മുടെ അടുക്കൽ വന്നിട്ട് പ്രത്യക്ഷനായിട്ട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം. സ്തോത്രം. അപ്പൊ യേശു പിന്നെയും പ്രത്യക്ഷനാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയം നമ്മൾ വിട്ടേച്ച് പോകുന്നവനല്ല. അവൻ പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഐ ആം വിത്ത് യു എന്നാ പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് എന്നല്ല പറയാം, വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ട്. പക്ഷെ നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും യേശു ഇന്നും നമുക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുനീർ വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അവൻ കൃത്യമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ എനിക്കും നിങ്ങൾക്ക് മറുപടി നൽകിയിട്ട് മാത്രമേ അവൻ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കത്തുള്ളൂ. വാക്തത്വത്തിന്റെ ജീവിതത്തിലുണ്ടോ? ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. നിങ്ങൾക്ക് വേദനയുണ്ടോ? ആ വേദനയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് ശക്തമായി കഴിയും. ഇവിടെ പറയുന്നു, അനന്തരം യേശു പിന്നെയും ആർക്ക് പ്രത്യക്ഷനായി? തന്നെ കാത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക്, തന്നെ നോക്കിയിരിക്കുന്ന ശിഷ്യന്മാർക്ക്, തന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക്. യേശു അവിടെ ഇവിടെയുമുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല പ്രത്യക്ഷനാകുന്നത്. യേശു തന്നെ കാത്തിരിക്കുന്ന, താനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന, യേശുവുമായിട്ട് ബന്ധമുള്ള, യേശുമായി പ്രാർത്ഥിക്കുന്ന, യേശുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്കാണ് യേശു പ്രത്യക്ഷനാകുന്നത്. എങ്കിൽ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിപ്പാടുകൾ ദിവസങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വെളിപ്പാടുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എനിക്ക് നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. യേശു പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷമായത് ഈ വിധം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതിന് പല തെളിവുകളുണ്ട്. യേശുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വ്യക്തമായിട്ടുള്ള സ്തോത്രം ചില കാര്യങ്ങളുണ്ട്. യേശുവിന്റെ പ്രത്യക്ഷത അങ്ങും ഇങ്ങും പ്രത്യക്ഷനാകുന്നതല്ല. അവൻ വന്നാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് യേശു പിന്നെയും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. പ്രത്യക്ഷമായത് വായിച്ചാട്ടെ. പ്രത്യക്ഷമായത് ഏകദേശം 5-6-7 പേര് അതിനകത്തുണ്ട്. ഇവരുടെ മധ്യത്തിലാണ് യേശു പ്രത്യക്ഷനാകുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, സഹോദരങ്ങളെ, ഈ പട്ടണത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിച്ചെങ്കിൽ ഈ നിങ്ങളെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റിയവരും, നിങ്ങളുടെ വേദനകൾ കാണാൻ കാത്തിരുന്നവരും, അല്ലെ നിങ്ങളെ മാറോട് ചേർക്കുവാൻ ആഗ്രഹിക്കാത്തവരുടെ മധ്യത്തിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ഈ ദേശത്ത് പ്രത്യക്ഷനാകും. നിങ്ങളെ എവിടെ പരിഹസിച്ചുവോ, നിങ്ങളെ എവിടെ പുറംകാലി കൊണ്ട് തട്ടിമാറ്റിയോ, നിങ്ങളെ എവിടെ വേണ്ട എന്ന് പറഞ്ഞുവോ, അവരുടെ മധ്യത്തിൽ യേശു പ്രത്യക്ഷനാകും. യേശു പ്രത്യക്ഷനായി കഴിഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹമുണ്ടായി ഇവിടെ മാറും. നമ്മൾ ചിന്തിക്കുന്നു, എന്നെ ആരും കാണുന്നില്ലയോ, എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ലയോ, എനിക്കൊരു നന്മയുണ്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുന്നത്, നിങ്ങൾ ഏത് ദേശത്ത് വെച്ച് നിങ്ങളെ പരിഹസിച്ചുവോ, ഏത് ദേശത്ത് വെച്ച് നിങ്ങളെ പുറംകാലി കൊണ്ട് മാറ്റിയോ, ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചോ, അവന്റെ മധ്യത്തിൽ സകല ജനവും കാണത്തക്ക രീതിയിൽ എന്റെ യേശു ഇറങ്ങി വന്ന് നിങ്ങൾക്കായി പ്രത്യക്ഷനാകും. യേശുവിന്റെ പ്രത്യക്ഷത ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സകല വെളിച്ചവും വരും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീരും, നമ്മുടേതാകുന്ന ഭവനങ്ങളിലേക്ക് ആശ്വാസമായി തീരും, നമ്മുടെ ദേശ ദൈവത്തിന് മഹത്വം വെളിപ്പെടും. ഇന്ന് രാത്രി പറയാം, യേശുവിന്റെ പ്രത്യക്ഷത മറന്നു പോകരുത്. യേശു പ്രത്യക്ഷനാകുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാ. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, പണ്ട് കാലത്ത് ഓനിഡ TV ഇറങ്ങുന്ന സമയം, ഓനിഡയുടെ TV ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഓനിഡ TV ഇറങ്ങുന്ന സമയത്ത് ഒരു മൊട്ടത്തലയും 2 കൊമ്പും വെച്ചുകൊണ്ട് വരുന്നത്, അതുപോലെയൊന്നുമല്ല യേശു വരുന്നത്. യേശു വരുന്നത് ആ മൊട്ടത്തലയും 2 കൊമ്പും വെച്ചുകൊണ്ട് വരുന്നവനല്ല യേശു. യേശു വന്നാൽ വളരെ സൗരഭ്യവാസനയാ. യേശുവിന്റെ സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. യേശുവിന്റെ സ്നേഹമല്ലയോ ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷത്തിന്റെ വിത്തുകളെ വിതറുവാൻ ദൈവത്തിന് ആത്മഭാഗ്യം ഒരുക്കിയത്. അങ്ങ് അകലെ കിടന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവമായ കർത്താവ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് അയച്ച് ഗാവുകാരും വീട് വീടാന്തരവും കടന്നുവിട്ട് ദൈവത്തിന് സുവിശേഷം പറഞ്ഞ് നല്ല വാക്കുകൾ പറയാൻ കഴിയാത്ത, നല്ല സംസാരിക്കാൻ കഴിയാത്ത, വായനാശീലമില്ലാത്ത, അക്ഷരങ്ങൾ പഠിക്കാത്ത എന്റെയും നിങ്ങളെയും ഒക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ദേശത്ത് കടന്നു വന്നതുകൊണ്ട്, എന്റെയും നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നുകൊണ്ട് നമ്മൾ ഈ സുവിശേഷത്തിന്റെ വാക്താവായി തീർന്നു. അത് യേശുവിന്റെ പ്രത്യക്ഷതയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്.
അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്, ഈ യേശു വന്നപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് യേശു വരുന്നത്. യേശു ഒരുവൻ അനുഗ്രഹിച്ചാൽ അവൻ ഒരു അനുഗ്രഹം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ നിത്യത മുതൽ നിത്യത വരെയുള്ള ഒരു അനുഗ്രഹമാണ് കർത്താവ് നിങ്ങൾക്ക് നൽകുന്നത്. യോഗ്യത നമുക്ക് എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്നാ യോഗ്യത ഉണ്ട് ഈ പട്ടണം നിൽക്കുവാൻ? ഈ പട്ടണത്തിൽ നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും ജ്ഞാനമുള്ളവരും കഴിവുള്ളവരും വഹതിരിവുള്ളവരും ഒക്കെ അനേകം പ്രിയപ്പെട്ടവർ പട്ടുപോയ സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ കൂടെ ഇരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നും അറിയത്തില്ല എന്നതാണ് ഏറ്റവും വലിയ അറിവ്. സ്തോത്രം. നമുക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു ചരിത്രകാരൻ പറയുന്നു, അൺലെസ് യുവർ വിസ്ഡം യു തിങ്ക് യുവർ റൈറ്റ്. നിനക്ക് ജ്ഞാനമില്ല എങ്കിൽ നീ പറയുന്നു നിനക്ക് ജ്ഞാനമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു, ദൈവത്തിന്റെ മഹത്വം എന്റെ മേലും നിങ്ങളുടെ മേലും ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവിന് വലിയ സാന്നിധ്യം വെളിപ്പെടുത്തി നമ്മളെ സഹായിക്കുന്നു. സ്തോത്രം. ഈ നേഴ്സുമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നു അവർ നേഴ്സുമാരൊക്കെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം ഉണ്ടാകുമെന്ന്. എന്നാൽ ദൈവകൃപയുള്ള ഒരു നേഴ്സ് തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേദനിക്കത്തില്ല. സ്തോത്രം. അതങ്ങനെ തന്നെയാ, അതങ്ങനെയാ. സ്തോത്രം. ഈ നേഴ്സുമാർ ആദ്യം കുത്താനാണ് നടക്കുന്നത്. നേഴ്സ് മൂത്തുമുനെ ഹെഡ് നേഴ്സായ പിന്നെ കുത്താൻ നടക്കേണ്ട, കുത്തിയത് ഒത്തോ നോക്കിയാൽ മതി. മനസ്സിലാവുന്നു? ഇതുപോലെ വിശ്വാസികളും നമ്മൾ ആദ്യമൊക്കെ എന്ത് ചെയ്യാം? കൈയടിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ഭയങ്കര വാവിച്ച് ദൈവത്തെ ആരാധിക്കും. കുറെ കാലം കഴിയുമ്പോൾ ഈ BTH കഴിഞ്ഞ് പിന്നെ MDവിലേക്ക് കയറി, MDവിലേക്ക് കയറി MDHിലേക്കായി, MDH പിന്നെ DVനിലേക്കായി, DVന് PHയിലേക്കായതുപോലെ ഇതുപോലെയൊന്നും അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. നമുക്ക് പറയാം, ഇന്നലേക്കാളും എൻ്റെ പ്രിയന്റെ ഏറ്റവും വരവ് ഏറ്റവും അടുത്തിരിക്കുകയാൽ നമ്മൾ കർത്താവുമായിട്ട് ഏറ്റവും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇവിടെ പറയുന്നു, യേശു നമുക്ക് പ്രത്യക്ഷനാകുന്നത് വ്യത്യസ്തമാകുന്ന രീതിയിലല്ല. യേശുവിന്റെ പ്രത്യക്ഷ ദൈവത്തിന്റെ മഹത്വമാണ്. ആ യേശു പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 6-7 പേര് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അവരും പറയുന്നു, ഞങ്ങളും കൂടെ നിന്നോടുകൂടെ മീൻ പിടിക്കാൻ കടന്നു വരാം. ശരിക്കും ഇത് ഒരു ഗോസ്പൽ പ്രൊപ്പഗേഷന് വേണ്ടി ആയിരുന്നെങ്കിൽ നമ്മൾ എത്ര സന്തോഷമായിരുന്നു. യേശുവിനെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, നമ്മൾ സുവിശേഷത്തിന് വേണ്ടി പോകാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ എത്ര മഹത്വമായിരുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് ശിഷ്യൻ പറയുമ്പോൾ അവരുടെ കൂടെ പറയുന്നു, 3-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ പറയുന്നത് എന്ത് ചെയ്യാ? ഞങ്ങളും കൂടെ പോരുന്നു. അടുത്ത വാക്യം വെച്ചേ. കണ്ടോ? അവർ പുറപ്പെട്ടു, അവർ പടകിലും കയറി. പ്രൈസ് ദി ലോർഡ്. അവർ പുറപ്പെട്ടു, അവർ പടകിലും കയറി. പക്ഷേ ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല. വീശിയില്ലയോ? കറക്റ്റായിട്ടൊരു വീശി. സഹോദരങ്ങളെ, അവിടെ വ്യക്തമായി പറയുന്നു, അവർ ആ രാത്രി, 3-ാമത്തെ വാക്യത്തെ പറയുന്നത്, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. അർദ്ധരാത്രി നിന്റെ ജീവിതത്തിന്റെ ആശ്വാസമായി തീരണം. രാത്രിയുടെ യാമത്തിലാണ് മീൻ പിടിക്കാൻ ഏറ്റവും എളുപ്പം. ഇന്ന് പിടിക്കേണ്ട മീനിനെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആ നെറ്റ് നെയ്തു വെച്ച് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം, ഇന്ന് പിടിക്കാൻ പോകുന്ന മീനിനെ പിടിക്കാനായിട്ടുള്ള നെറ്റ് അല്ലെങ്കിൽ വല എത്രയോ നാളുകൾക്ക് മുമ്പ് നെയ്തു വെച്ചു. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിനക്കെതിരായിട്ടും എനിക്കെതിരായിട്ടും ഒരുക്കുന്ന ആയുധവും ഫലിക്കത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരുക്കത്തില്ലെന്ന് പറഞ്ഞില്ല, ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്നെയും നിങ്ങളെയും ഒന്നുകിൽ ഏതെങ്കിലും ട്രാപ്പിൽ അകപ്പെടുത്തുവാൻ, ഏതെങ്കിലും പ്രശ്നത്തിൽ ഉണ്ടാക്കി വെക്കുവാൻ, ഏതെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് ഉണ്ടാക്കി വെക്കുവാൻ, നിരാശയിലേക്ക് കുഴിയിലേക്ക് വീഴുവാൻ, ഇതൊക്കെ എന്നെ നിങ്ങളെയും ഈ പിശാച് നേരത്തെ തന്നെ വല നെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അവൻ പിച്ചാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. മനസ്സിലാക്കണം, ഈ കത്തി ഒന്ന് പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ കത്തി രാജൻ പാസ്റ്റർ അദ്ദേഹത്തേക്ക് പിശാച് കുത്തിയിറക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവകൃപ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ അത് ഏൽക്കാതിരിക്കുമ്പോൾ ആ പിശാചെ അങ്ങോട്ട് മാറ്റിവെക്കും, ആ കത്തിയെ മാറ്റിവെക്കും. അടുത്ത് വീണ്ടും നോക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കൊടുവാളെടുക്കും, അതും പറ്റുന്നില്ല. പിന്നെ നോക്കും, മലപ്പുറം കത്തിയെടുക്കും, അതും പറ്റുന്നില്ല. കാരണം എന്നാ? പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേലുണ്ട്, ദൈവത്തിന് ആത്മാവ് അദ്ദേഹത്തിന്റെ മേലുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യം മനസ്സിലാക്കണം, അതൊന്നും ഈ കത്തിയൊന്നും കളയുന്നില്ല. ഇവൻ അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നാൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ, മുത്തൂറ്റിലെ പോളം ജോർജ്. ആദ്യമായിട്ട് ഞാൻ ആ കത്തിയുടെ പേര് പോലും കേൾക്കുന്നത്. ആ കത്തിയുടെ പേര് എസ്കത്തി എന്നാ. മനസ്സിലാകുന്നുണ്ടോ? കത്തിയൊക്കെ അല്പമായി ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ചെറിയ കുശലം കാര്യങ്ങൾക്കും കളരിപ്പയറ്റിലും ഒക്കെ ഞങ്ങൾ പോയിട്ടുള്ളവരാ. ഇതിന് അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? ഈ കത്തി എസ്കത്തി എന്നാ. ഈ എസ്കത്തി അവനെ ഉപയോഗിച്ചു അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിനർത്ഥം, പിശാച് ഇതുപോലെ എന്നെയും നിങ്ങളെയും ആക്രമിക്കുവാൻ ഓരോ സമയങ്ങളിലും കത്തിയായിട്ടും പിശാചിയായിട്ടും മലപ്പുറം കത്തിയായിട്ടും വാളായിട്ടും വെട്ടിലുമായിട്ടും
കാറ്റും ഇതൊക്കെ വന്ന് നമ്മളെ ആക്രമിക്കുമ്പോൾ എന്നെയും നിങ്ങളെ സംരക്ഷണമുള്ള ചിറടിക്കീഴിൽ ദൈവം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ആയുധമൊന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഫലിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരായിട്ട് ഒരുക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, നിനക്കെതിരായിട്ട് ആയുധം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നും എന്നെയും നിങ്ങളെയും ഒക്കെയും ശത്രുവാകുന്ന പിശാച് നമ്മളെ ആകെ വല്ലാതെ വേദനിപ്പിച്ച് എവിടെയെങ്കിലും ആക്കി തീർക്കണമെന്നും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉടയ്ക്കണമെന്നും ഒക്കെയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിനക്കെതിരായിട്ട് ഒരുക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. കാരണം പറയാം, ആമേൻ സ്തോത്രം, യേശുവിന് ചില കാര്യങ്ങൾ എന്നിലും നിങ്ങളും ചെയ്തെടുക്കാനുണ്ട്. ഇവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. ആ രാത്രിയിൽ അവരെന്ത് ചെയ്തു? പടകിലേക്ക് കയറി അവർ വല വീശാൻ തുടങ്ങി. രണ്ടാമത്തെ വാക്യം വായിച്ചു, 2-3 വാക്യം വെച്ചേ. വല ഓക്കെ. ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. ശിവൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഫിഷ് ഇൻ ദ സീ, കടലിലുള്ള നാച്ചുറൽ മാൻ. ഇവന് എവിടേക്കും യാത്ര ചെയ്യാം, എന്തും കഴിക്കാം, എന്തും കുടിക്കാം, വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട, എവിടെ താമസിക്കാം, എങ്ങനെയും പോകാം. ഇതുപോലെ ആയിരുന്നു ഞാനും നിങ്ങളും ഒരു കാലത്ത്. എന്തും സംസാരിക്കാൻ കഴിവുള്ളവൻ, എന്തും പറയും, എവിടെയും പോകും, എങ്ങനെയും സംസാരിക്കും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവനെ ഇന്ന് രാത്രി ഞാനിട്ടിരിക്കുന്ന പേര് കടലിലുള്ള മീനെന്ന. പ്രൈസ് ദി ലോർഡ്. ലോകമാകുന്നൊരു കടലാണിത്. ഇതിനകത്ത് വലിയ മീനും ചെറിയ മീനുമുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തമായ സന്ദർഭമുണ്ട്. ഈ കടലിനകത്ത് ഇതിൽ നിന്നും യേശു എന്നെയും നിങ്ങളെ കണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ രാത്രികാലം കർത്താവ് പറയുന്നു, ഈ കണ്ട ഒരു വ്യക്തിയാണ് യേശു ഫിഷ് ഇൻ ദ സീ എന്ന് പറയുന്നത്, കടലിൽ ഉള്ള മീന്. ഇതിനെ ഇവിടെ നാച്ചുറൽ മാൻ, സാധാരണ ഒരു മനുഷ്യൻ. നമ്മൾ ഇന്ന് സാധാരണ മനുഷ്യനല്ല, സാധാരണ ഒരു മനുഷ്യനായിരുന്നേ എന്നെയും നിങ്ങളെയും ദൈവമായ കർത്താവ് നീയ അസാധാരണമാകുന്ന ദൈവശക്തി നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മളെ സഹായിച്ചു. ഇവിടെ പറയുന്നു, അവരെ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അടുത്ത വാക്യം. പുലർച്ചയായപ്പോൾ കണ്ട എന്റെ യേശു വരുന്നത് 1, 2, 3 ഘട്ടങ്ങളിൽ എന്റെ യേശു ചിലപ്പോൾ കടന്നു വരാറില്ല. ഞാൻ പാസ്റ്റർ ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അദ്ദേഹവുമായിട്ട് ആ വിഷയം ഞാൻ ഷെയർ ചെയ്തതാണ്. ചില പ്രത്യേക വിഷയങ്ങളിൽ കൂടെ താൻ കടന്നു പോകുമ്പോൾ എന്താ കർത്താവ് ഇങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുമെന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച ഭാഗം, എടാ 1, 2, 3 ഘട്ടങ്ങളിൽ ഞാൻ സഹായിച്ചില്ലെങ്കിലും 4ാമത്തെ ഘട്ടത്തിൽ ഞാൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭക്തനാകുന്ന സ്തോത്ര മനുഷ്യൻ ആമേൻ ഇങ്ങനെ ഇപ്രകാരം എഴുതി വെച്ചു, 4 നാളായാലും നാറ്റം ഭവിച്ചാലും കല്ലറവാതിക്ക് ആര് വരും? കർത്താവ് വരുമെന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരും. 4 നാളായാലും നാറ്റം വെച്ചാലും ആര് വരും? കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വരുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ വിളിച്ചു പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അവിടെ ശീമോൻ പത്രോസ് അവരോട് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം പറഞ്ഞപ്പോൾ പുലർച്ചയായപ്പോൾ. അപ്പൊ യേശു വരുന്നത് എപ്പോഴാ? യേശു വരുന്ന അർദ്ധരാത്രിയിലൊന്നുമല്ല യേശു വരുന്നത്. യേശു വരുന്നത് എപ്പോഴും പുലർച്ചയുടെ മട്ടില, സ്നേഹത്തിന്റെ ഭാഗത്താ. യേശു വരുന്നത് എപ്പോഴും വളരെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രതീക്ഷയുടെ പുഷ്പം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അടുക്കൽ കടന്നു വരും. ഇരുട്ടിന്റെ മധ്യത്തിൽ ഇതോടുകൂടെ തകർന്നുവെന്നും ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നും ഞാൻ നിങ്ങളും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. പ്രൈസ് ദി ലോർഡ്. ഈ പട്ടണത്തിനെ ഉറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ വലിച്ചു പിഴുതു കളയുമെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതോടുകൂടെ മിനിസ്ട്രി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഭയങ്കരമാകുന്ന പ്രവൃത്തി ഒളിപ്പെടുമെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, ഇല്ല, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. നിങ്ങളുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ വിദ്യാഭ്യാസം ദൈവത്തിന്റെ വിഷയമല്ല, വിവരം ദൈവത്തിന്റെ വിഷയമല്ല, ജ്ഞാനം ദൈവത്തിന്റെ വിഷയമല്ല. ദൈവം നിന്നെ ഉറപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഈ രാത്രികാലം വിളിച്ചു പറയുന്നു, പുലർച്ചയായപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവ്. പുലർച്ചയായപ്പോൾ യേശു എവിടെ നിന്നു? കടലിൽ നിൽക്കുന്നവനല്ല ഇത് യേശു. ചില പ്രത്യേക നിമിഷങ്ങളിൽ യേശു കടലിൽ വരുമെങ്കിലും യേശു ഇപ്പൊ കരയിലാണ് നിൽക്കുന്നത്. കാരണം ഈ ശിഷ്യന്മാരും യേശുവും തമ്മിൽ ബന്ധം സ്ഥാപിച്ച് ദൂരേക്ക് മാറി നിൽക്കുക. യേശു പുലർച്ചയായപ്പോൾ കടലിൽ മേൽ നിൽക്കുന്നു. അടുത്ത വായിച്ചട്ടെ. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർക്ക് ബോധമില്ലയോ? യേശുവിനോട് കൂടെ
3.5 വർഷക്കാലം തന്റെ വീടുകളിൽ പോലും കൃത്യമായി പോകാതെ, ഒരാൾ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പത്രോസ് കൂടെ താൻ വീട്ടിലേക്ക് പോകാറുണ്ട്. തന്റെ അമ്മായി അമ്മയ്ക്ക് പനി പിടിച്ചപ്പോൾ യേശു അവളെ സൗഖ്യമാക്കിയെന്ന് പറയുന്ന പോലെ പത്രോസാണ് കൃത്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പത്രോസ് എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ യേശുവിന്റെ കൂടെ ഉള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. വായിച്ചാട്ടെ, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നു. യേശു ആകുന്നുവെന്ന് സഹോദരങ്ങൾ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളെയും എൻ്റെ അടുക്കൽ നമ്മുടെ യേശുവിന്റെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾ തപ്പി നോക്കിയാൽ, ഒന്ന് തൊട്ട് നോക്കിയാൽ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. യേശു ഉണ്ടെന്നേ, നമ്മുടെ ഈ ഹോളിനകത്ത് യേശു ഉണ്ട്. യേശുവിന്റെ സ്നേഹമുണ്ട്. അവർ തർക്കിച്ചും വാദിച്ചും കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് യേശു അവരെ കൂടെ, ദൈവത്തിന്റെ ആത്മാവ് നടക്കുന്നുണ്ട്, അവരെ കൂടെ പോകുന്നുണ്ട്. നിന്നെ ഒറ്റയ്ക്കിട്ടേച്ച് പോകുന്നവനല്ല, നിന്നെ ഒളിച്ചിട്ടേച്ച് പോകുന്നവനല്ല. ആരൊക്കെ നിന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവ് ഇന്ന് രാത്രികാലം പറയുന്നു, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. നിങ്ങൾ കലാലയങ്ങളിൽ പോകുമ്പോൾ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, അപ്പോഴൊക്കെയും യേശുവിന്റെ സാന്നിധ്യം എന്റെ നിങ്ങളുടെ മേലുണ്ട്. അവിടെ പറയുന്നത് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിൽക്കുകയാണ്. സ്തോത്രം. എന്തിനെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ബിഹേവിയർ നോക്കുവാൻ, എന്റെയും നിങ്ങളുടെ സ്വഭാവം നോക്കുവാൻ. ഈ ദിവസങ്ങളിൽ സ്വഭാവ രൂപീകരണത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ ഉണ്ട്. സ്വഭാവ രൂപീകരണം. പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ വേർതിരിക്കണം, പ്രസംഗിക്കാൻ സമയം വേർതിരിക്കണം, ആരാധിക്കാൻ സമയം വേർതിരിക്കണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിൽക്കുക. കരയിൽ നിൽക്കുന്നത് ആരറിഞ്ഞില്ല. എന്നാ കാര്യം? യേശുവിനെ വിട്ട് അവർ ഇപ്പോൾ അല്പമാകുന്ന അകലം പ്രാപിച്ചിരിക്കുക. യേശുവില്ല എങ്കിൽ നമ്മളൊന്നും അറിയത്തില്ല. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് എന്തില്ല? ബോധമില്ല. ഞാൻ റാസൽ കൈബയിൽ ഇങ്ങനെ യുടെ റാസൽ കൈ അവരുടെ എമറൈസിൽ നിന്നും ഞാൻ ഷാർജയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു തമിഴ് സഹോദരൻ, ഞാൻ ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചാൽ പറഞ്ഞ്, ഈ ഒരു തമിഴ് സഹോദരൻ പ്രേമിച്ചുകൊണ്ട് വരികയാണ്. വലിയൊരു ബസ്സാണ്. അപ്പോൾ അവിടുത്തെ അതിനകത്ത് കയറിയിട്ട്, ഈ വലിയ ബസ്സിനകത്ത് അറബി പിള്ളേർ കയറി ഭയങ്കര ചാട്ടമാണ്. ഇദ്ദേഹം ആദ്യം അവിടെ നിന്നോട് ഈ മൈക്കിൽ, വലിയ വണ്ടിക്ക് മൈക്കുണ്ട്, ആ മൈക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് സിറ്റ് ഓൺ. അപ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, ഈ പിള്ളേർ ഇരിക്കുന്നില്ല, കുറച്ച് ഇരുന്നിട്ട് വീണ്ടും ചാടും, ഭയങ്കരമായിട്ട് ചാട്ടവും ബഹളമൊക്കെ. അറബി പിള്ളേരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് ആരെന്നറിയാമോ? ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ വിളിച്ചു ഇവൻ ഇംഗ്ലീഷുകാരനായിരിക്കും എന്നാണ് ചിന്തിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് സിറ്റ് ഓൺ. അവിടെ താഴെ അദ്ദേഹം വണ്ടി ഇരിക്കുന്നത്, പക്ഷെ പിള്ളേരെല്ലാം ഇങ്ങനെ മേലെ അങ്ങനത്തെ വണ്ടി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വലിയ വണ്ടി. അപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ പറയുന്ന മറുപടി ഇങ്ങനെ പറഞ്ഞു, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് സിറ്റ് ഓൺ, പ്ലീസ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവരിക്കുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, ആണ്ടവർ എല്ലാം കൊടുത്തിருக்கு, മൂള മാത്രം കൊടുത്തില്ലയ്യാന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ നീ മനസ്സിൽ, ഇദ്ദേഹം ആരാ? ഒരു തമിഴിനാ. ദൈവമെന്ത് എല്ലാം കൊടുത്തിരിക്കുന്നു, പക്ഷെ അവനെ മൂള മാത്രം കൊടുത്തില്ല. അത് അവരുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്തില്ല? ബോധമില്ല. പ്രസംഗത്തിൽ ബോധം കാണത്തില്ല, പാട്ടിൽ ബോധം കാണത്തില്ല, കൊടുക്കലിൽ ബോധം കാണത്തില്ല, സംസാരത്തിൽ ബോധം കാണത്തില്ല, എന്നാൽ ഒരു സ്ഥലത്തും ബോധം കാണത്തില്ല. എന്നാൽ പരിശുദ്ധത്തിന്റെ മേൽ വരുമ്പോൾ അത് പാവം എന്ന് മനസ്സിലാക്കാൻ കഴിയും, അത് രോഗം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് രാത്രികാലം പറയുന്നു, ഈ യേശു ദൂരെ നിൽക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നോ? ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലായില്ല. അടുത്ത വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. യേശു അവരോട് യേശുവിനെ വിട്ട് പോയ വ്യക്തി, അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇനി യേശു എന്ത് ചെയ്യാ? തിരിച്ചു വരത്തില്ല. യേശുവിനെ ഇനി നമുക്ക് കാണാൻ കഴിയത്തില്ല. യേശു ഇതോട് കൂടെ പോയി, യേശുവിന്റെ ജീവിതം അസ്തമിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റ് ശരിയല്ല, ഇനി യേശുവിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ വചനം പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ, നമ്മളാണെങ്കിലോ, നമ്മുടെ മക്കളെ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെ പറയും, നീ നന്നാകത്തില്ലടാ, നീ ശരിയാകത്തില്ലടാ, നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, നീ ഇത്രയൊക്കെ നിന്നെ കഴിയത്തുള്ളൂ, നിനക്ക് ഇനി നന്മ വരത്തില്ലടാ, നീ ഇങ്ങനെ തന്നെ നടന്നോ, കാള കളിക്കുന്നുണ്ട് നടന്നോളാം പറയും. കാള കളിക്കും, നമ്മുടെ മലയാളം ഭാഷ പോലെ കാളെ പോലെ നടക്കാൻ പറയും. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറയരുത്. ഇന്നല്ല നാളെയായാലും ദൈവം നമ്മൾ അനുഗ്രഹിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം തരും. വേദവസം പഠിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം കുറയുന്നെങ്കിൽ അവരെ ഭക്ഷിക്കാതെ ഔദാര്യമായി ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയാ, നമ്മുടെ കുഞ്ഞുങ്ങൾ IAS-കാരും IFS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ക്രിസ്തുവിൽ പ്രസിദ്ധനാകുന്ന സുവിശേഷകന്മാരുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് മാറ്റും.
പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിങ്ങളുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. അതിന്റെ അർത്ഥം യേശു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ ദേശത്ത് ദൈവമാണ് നിങ്ങളെ പിടിച്ചത്. യേശു ഈ ദേശത്ത് നിങ്ങളെ ദൈവമാണ് കൊണ്ടെത്തിച്ചത്. നിങ്ങളെക്കുറിച്ചുള്ള സകല ഉത്തരവാദിത്വവും ദൈവത്തിന് കഴിയും. ഈ രാത്രി പറയാം, ഇവിടെ പറയുന്നു യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ദൈവത്തിൽ മുന്നോട്ട് പോവുകയാണ്, അറിഞ്ഞില്ല. അടുത്ത് പറയുന്നു കുഞ്ഞുങ്ങളെ എന്താ വിളിച്ചത്? എടാ പോടാന്നൊന്നും അല്ല വിളിച്ചിരിക്കുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ മക്കളെ കഴിവിന്റെ പരമാവധി എടാ പോടാ വാടാ എന്ന് നമ്മൾ വിളിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ, മോനെ, അല്ലെ പേര് പറയും വിളിക്കുക. കുഞ്ഞെ എന്തെങ്കിലും വിളിച്ച അവന് വലിയ സന്തോഷം. എവിടെയാടാ? അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പാടാ. അങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിക്കാൻ കഴിവിന്റെ പരമാവധി വിളിച്ചത് വിളിച്ചു. ഇനി പറഞ്ഞിട്ട് പോയ വണ്ടി കൈ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി പോയി. ഇനി ആ വണ്ടി, അടുത്ത വണ്ടി വരും. സ്തോത്രം. ആ വണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ കൈ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് താലോലിക്കുവാൻ, ഒന്ന് സ്നേഹിക്കുവാൻ. നമുക്ക് സ്നേഹം കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു സ്നേഹത്തിലേക്ക് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കാത്തതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ സ്നേഹം കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഭാര്യമാർ മറ്റാൾക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുക്കാത്തതിന്റെ കാരണത്താലാണ് മറ്റൊരാളിലേക്ക് അവരുടെ സ്നേഹം കടന്നു പോകുന്നത്. സഹോദരൻ, എല്ലാത്തിനും ഒരു കാരണമുണ്ട് കേട്ടോ. പാട്ടുകാരൻ പറയുന്നത് ആരാധിക്കാൻ ഒരു കാരണമുണ്ട്, കൈകൊട്ടാനും ഒരു കാരണമുണ്ടാണ്, സ്തോത്രം പറയാനും ഒരു കാരണമുണ്ട്. എല്ലാത്തിനും കാരണമുണ്ട്. ഈ കാരണം ശരിക്കും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ. ഇവിടെ പറയുന്നു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ? ഞാനോ നിങ്ങളോ ആണെങ്കിൽ പറയും, നിനക്കിത് വേണമെടാ, എടാ നീ പോയില്ലേ, എന്റെ സഭ വിട്ട് നീ പോയില്ലേ, നീ ഇതൊക്കെ ആക്കി കൊണ്ടുപോയില്ലേ, നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കും. പക്ഷേ യേശു ചോദിക്കുന്ന മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ? തെറ്റ് ഒരാളാ ചെയ്തത്. നിങ്ങൾ മനസ്സിലായി? അവിടെ നോക്കുമ്പോൾ ഈ പത്രോസിനെ യഥാർത്ഥ തെറ്റ് ചെയ്തത്. പക്ഷെ പത്രോസ് പോയപ്പോൾ പത്രോസിന്റെ അങ്കിയോട് ചേർന്ന് തന്റെ കൂട്ടുകാരും കൂടെ പോയി. അപ്പോൾ ഇവിടെ യേശു ചോദിക്കുന്ന ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കരങ്ങളെഴുതി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഒരാളല്ല ഉത്തരം പറഞ്ഞത്. ശ്രദ്ധിക്കണം, അടുത്ത വാക്യം പറയുന്നു ഇല്ല എന്ന്. അതിന്റെ അർത്ഥം ദൈവം ചോദിക്കുന്നത് ഒരു വ്യക്തിയോടല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്തും എന്റെ അടുത്തും ഒരുമിച്ച് ചോദിക്കും. ദൈവത്തിന്റെ പരിശുദ്ധം പറയുന്നു, പാപത്തോട് ബന്ധത്തിൽ നമ്മുടെ ദേശത്ത് സുവിശേഷം അറിയാതെ പാപത്തിൽ മരിച്ചാൽ പാപത്തിൽ മരിക്കുന്ന പാപിയുടെ രക്തത്തിന് വില എന്നോട് നിങ്ങളോട് ചോദിക്കുമെന്ന് വചനം പറഞ്ഞു. മനസ്സിലായോ? നമ്മുടെ ദേശത്ത് താമസിക്കുമ്പോൾ നമ്മൾ ആരെ രക്ഷിക്കപ്പെടുത്താൻ പോകണ്ട, നമ്മൾ അവരാരെ സ്നാനപ്പെടുത്താൻ പോകണ്ട. നമ്മൾ സുവിശേഷം അവരോട് പറയണം, അനുസരിക്കുന്ന അവരാ. പക്ഷെ നമ്മുടെ ദൗത്യം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു തീർക്കണം. അതിന് ഞാൻ ലാലു ബ്രദറിനെ വളരെ ബഹുമാനിക്കുന്നു. സ്വതം ക്യാമ്പുകൾ വിസിറ്റ്, എത്ര ക്യാമ്പുകൾ എന്നറിയാമോ? ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ പോയി. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവർക്ക് ട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ഇവിടെ എഴുതിയ ഒരു ട്രാക്റ്റാണ് മരുഭൂമിയിലെ നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ട്രാക്ട്. അത് ഞാനിപ്പോൾ ഒരു നോവലായിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ നോവലായിക്കൊണ്ടിരിക്കുക. ആ ട്രാക്ട് ഞങ്ങള് പ്രിന്റ് എടുത്ത് ഈ മൂത്ത മോനാണെന്ന് തോന്നുന്നു, അവൻ പോയി പ്രിന്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ എവിടേക്ക് എടുക്കും, ക്യാമ്പുകളിൽ കൊടുക്കുമായിരുന്നു. അന്ന് ഇവിടുത്തെ ഈ സ്ഥലത്ത് അന്ന് വിനു ചാരുതയാണ് അതിന് ഡിസൈൻ ചെയ്തത്. ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു മരുഭൂമിയിലെ നൊമ്പരങ്ങൾ. ഈ രാത്രി പറയാം, നമ്മൾ സുവിശേഷമായി കടന്നു പോകുമ്പോൾ അത് ക്യാമ്പുകളാകട്ടെ, അത് ഹോട്ടലുകളാകട്ടെ, അത് വീടുകളാകട്ടെ, ചില ഡോറുകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് ശക്തനാണ്. ചോദ്യം കർത്താവ് ചോദിക്കുന്നത് ഒരു വ്യക്തിയോടല്ല, ഇരിക്കുന്ന സകലരോടും ഒരുമിച്ച് ചോദിക്കും, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒരുമിച്ച് ഉത്തരം പറഞ്ഞേ വരുവാർത്തുള്ളൂ. രാജരാജൻ മശിക പുസ്തകവുമായി സിംഹാസനം വരും. അന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളുമെല്ലാം ഒരു ദിവസം കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് ബോധിക്കുമ്പോൾ നമ്മുടെ കരം ശുദ്ധമായിരിക്കുമോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ മാനിക്കും കേട്ടോ. ഞാൻ ബഹറിൽ പ്രസംഗിച്ചാൽ ബഹറിൽ പ്രസംഗം കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്കൊരു പൊതി ഒരു കവർ എനിക്ക് തരും. അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ പ്രസംഗിച്ചു, എനിക്ക് കൂലി കിട്ടി. ഇതിന്റെ കെയർ സ്വർഗത്തിൽ പോകാമെന്ന് ഞാൻ ചിന്തിക്കണ്ട. ഞാൻ ജോലി ചെയ്താൽ ജോലിക്കാരൻ കൂലിക്ക് യോഗ്യനാ. ഏത് ചർച്ചയിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കാശ് തന്നിട്ടുണ്ട്. അവന് ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. ഇന്ന് വരെ എനിക്കൊരു പരിഭവം അതിനകത്ത് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൂലി മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്രസംഗിച്ച കാരണത്താൽ സ്വർഗത്തിൽ ചെന്നെത്തുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരൊരുമിച്ച് പറഞ്ഞു ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത് വായിച്ചാട്ടെ.
ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ പറയുന്നത് പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശിൻ, ഫിഷ് കച്ച് ഇൻ എ നെറ്റ്. ഇതൊരു കാർണൽ മാനാണ്. മനസ്സിലായോ? ഒന്ന് നാച്ചുറൽ മാൻ മൂന്നാമത്തെ വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യം ഇവിടെ ആറാമത്തെ വാക്യം കാർണൽ മാനാണ്. ഇവിടെ പറയുന്നത് ഫിഷ് കോട്ട് ഇൻ എ നെറ്റ്. അതിന്റെ അർത്ഥം കടലിലുള്ള മീനായത് ആദ്യം. രണ്ടാമത് ഈ ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് വലയിൽ കുരുങ്ങിയ മീനാ. ഏത് വലയെന്നറിയാമോ? ക്രിസ്തു എന്ന വലയിന്മേൽ ഈ മീന് കുരുങ്ങി. ചില മീനിനെ ദൈവം കുരുക്കുന്ന എങ്ങനെയറിയാമോ? ആദ്യമൊക്കെ മീനിനെ നീട്ടി വിടും. അവൻ പോകട്ടെ, എവിടം വരെ പോകുന്ന അറിയട്ടെ, അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി വിടും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രിസ്തു എന്ന വല ഇവന്റെ മേൽ വീഴും. ഇവന്റെ മേൽ വീഴുമ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇങ്ങനെ കുറെ വിശ്വാസികളുണ്ട്. വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നു കൊടുക്കാം. സ്തോത്രം. അത് ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ അവർ പറയുന്ന, അവരെ കുറ്റമൊന്നും പറയണ്ട. ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ രീതികൾ കണ്ടു കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെതാകുന്ന ആത്മീയത വരുമ്പോൾ പലരും ചിന്തിച്ചു പോകും, ദൈവമേ ഞാൻ വന്നു പോയിട്ടുണ്ടല്ലോ എന്ന്. നമ്മുടേതാകുന്ന മേള് മുതൽ താഴെ വരെ വചനം പഠിപ്പിക്കുക, അടി തൊട്ട് മുടി വരെ ഒരു സൗഖ്യമില്ലെന്ന. സ്തോത്രം. സഹോദരങ്ങൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഓരോ മേഖലകളും ഇന്നലെ നാളെ ആയാലും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ വല, ക്രിസ്തു എന്ന വല ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇവന്റെ മേൽ വീണു, ഈ മീനിന്റെ മേൽ വീണു. ഒന്ന് കടലിലുള്ള മീന്, ആ കടലിലുള്ള മീൻ. രണ്ട് വലയിൽ കുരുങ്ങിയ മീന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, വല്ലാത്ത വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നു. ഈ കുരുങ്ങിയ മീന്, ആകപ്പാടെ വലയിൽ കുരുങ്ങിയ മീന് വളരെ ബദ്ധപ്പാടോടുകൂടെ ഇരിക്കുക. അവൻ പറയുന്നു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ. അപ്പൊ ഇത്ര നേരം വീശുന്നത് എവിടെയാ? ഒന്ന് കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവർത്തികൾ അഴിഞ്ഞിടോ കാണുന്നു ഞാൻ വിശ്വാസത്താ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകും. കർത്താവിന്റെ ദാസൻ എഴുതിയത്, കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. എന്താണ് നമ്മൾ പാടുന്നത്? എന്ത് ചെയ്യാ? കർത്താവേ എന്നാണ്. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. നമ്മൾ പാടി, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, എൻ കർത്താവേ. കേട്ടാ, എഴുതി ആളെവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. പാട്ടുകാരൻ എഴുതിയതൊന്നു വേറെ, പാടിയത് വേറെ രീതിക്കാ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി നമ്മൾ തിരുത്തി പാടണം. നമ്മുടെ വേസ്മിയിലേക്ക് കിടപ്പണം. അങ്ങനെയാണ്, കർത്താവിൽ എന്നല്ല പറയുന്നത്, കർത്താവേ എന്നാ. ഞാൻ 18 പരം പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം കൃത്യമായിട്ടും ഇതിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എല്ലാം എൻ്റെ പാട്ടിൽ ചില പാട്ടുകൾ വ്യത്യാസമുണ്ട്. അല്പമാകുന്ന വരികൾക്കല്ല വാക്കുകൾക്ക് വ്യത്യാസം വന്നു. ഞാൻ പറഞ്ഞ അർത്ഥം, ഇതിനൊക്കെ എന്തിനാ നമ്മൾ മാറ്റുന്നത്? എന്തിനാ? നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്കൊരു രീതിയുണ്ട്. ചില സംഘടനകൾ സ്തോത്രം പോലും പറയത്തില്ല. സ്തോത്രം പറഞ്ഞ സ്വോത്രം 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 കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ? കർത്താവിന് നമുക്ക് ജോ പാസ്റ്റിന് വേണ്ടി സ്തോത്രം ചെയ്യാന്ന് പറയാം. സ്വോത്രം 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 സ്വോത്രം. സ്തോത്രം വേറെ, സ്വോത്രം വേറെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഏത് കാര്യവും കൃത്യമായി ചെയ്തെടുക്കുവാനുള്ള ഒരു വകതിരിവ് നമ്മൾ പ്രാപിക്കണം. ഇവിടെ 6ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവിടെ പറയുന്നു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വീശിയത് ഇത്ര നേരം എവിടെയാ? ഇടത്ത് ഭാഗത്താ. പക്ഷേ പറഞ്ഞേ, എല്ലാരും ചോദിക്കുന്നു, മറ്റ് സഭകൾ പറയുന്നു, എടാ നീ ഇന്നടത്ത് പോടാ, നീ നന്നാകും, നീ ഇന്നടത്തേക്ക് പോകാൻ നന്നാകും. എന്നാൽ ഞാൻ ചോദിക്കുക, പെന്തക്കോസ്തുകാരായ സഹോദരങ്ങളെ, പെന്തക്കോസ്തുകാരൻ നന്നാകാൻ എവിടെ പോകണം? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പെന്തക്കോസ്തുകാരൻ, ആനയ്ക്ക് മതമിളകിയാൽ
ചങ്ങലയ്ക്ക് കെട്ടാം, ചങ്ങലയ്ക്ക് പദമുളകിയാൽ എവിടെ കെട്ടും? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യമാ. ആത്മീയം അനാത്മീയത്തിലേക്ക് കടന്നു പോകുന്നു. സഭകൾ ആവശ്യമില്ലാത്ത കാര്യം കൈവെക്കുന്നു. ഈ ദിവസങ്ങളിൽ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവൻ. എന്റെ യേശു പറയും, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഈ യേശുവിനെ ആര് കണ്ടുമുട്ടിയിട്ടുണ്ടോ, യേശുവിനെ ആരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ, യേശുവിനെ ആര് പിടിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടിയോ? വായിച്ചട്ടെ, അടുത്ത വാക്യം വരുമ്പോൾ വായിച്ചട്ടെ. സ്തോത്രം. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ. പറഞ്ഞു. നോക്ക്, യേശുവാണെന്ന് പോലും ഇവർ അറിയുന്നില്ല. ശിഷ്യന്മാർ യേശുവാണെന്ന് അറിയുന്നില്ല. അവര് പറയുന്നു, അവിടെ നിന്ന് ഒരു അപ്പച്ചൻ പറയുക, കരയ്ക്കുന്നുണ്ട് ഒരു അപ്പച്ചൻ പറയുക, പട ഇത്ര നേരം വീശിയിട്ടൊന്നും കിട്ടിയില്ലയോ, നീ പടകിന്റെ വലത്തു ഭാഗത്ത് ഒരു വല വീശ്. അപ്പോൾ നമ്മളാണെങ്കിൽ പറയും, അപ്പച്ചന്റെ കാര്യം നോക്കി പോകണം കേട്ടോ, രാത്രി മുഴുവനും അധ്വാനിച്ചു. ഈ ഗന്നേസർ തടാകത്തിന്റെയും ഗലീലയുടെ കടലിന്റെയും താഴ്ച ഞങ്ങൾക്ക് വ്യത്യാസം അറിയാം. ഇതിന് ഞാനൊരു PhD എടുത്തവനാ. ഇതിന് താഴേക്ക് ഇരിക്കുന്നത് ഈ കടലിനകത്ത് എത്ര താഴ്ച ഉണ്ടെന്ന് ഇതിന് ഞാൻ PhD എടുത്തിട്ട് വരിക. എനിക്കറിയാം. പത്രോസ് പറയും, അപ്പച്ചന്റെ കാര്യം നോക്കുമോ? പക്ഷെ അവരെന്ത് ചെയ്യാമോ? ആ അപ്പച്ചന്റെ വാക്ക്, അല്ലെങ്കിൽ കരയ്ക്കിരിക്കുന്ന മനുഷ്യന്റെ വാക്ക് അവൻ ഒബേ ചെയ്തു. ഫസ്റ്റ് വേണ്ടത് ഏത് കാര്യത്തിലും അനുസരണമാണ്. അനുസരണമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയില്ല. അവരവനെ പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കിട്ടുമെന്ന. അത് യേശു പറഞ്ഞിരിക്കുന്നു, ഐ വിൽ കം ബാക്ക്. വില്ല് 100% കാര്യത്തെ കാണിക്കുന്നത്, 100 ഉറപ്പിനെ കാണിക്കുന്നതാ. വിൽ യു പ്ലീസ് ചോദിക്കുന്നുണ്ടോ? ആ ചോദ്യം could you please എന്ന് പറയുന്ന പോലെ will you please എന്ന് പറയുന്ന പോലെ വ്യത്യാസമുണ്ട്. വിൽ എന്റെ അർത്ഥം 100% കാണിക്കുന്നു. യേശു പറഞ്ഞിരിക്കുന്നു, ഐ വിൽ കം ബാക്ക്. ഞാൻ പോയതുപോലെ ഞാൻ തിരിച്ചു വരും. വേണേ മേബിയോ ഷാൽബിയോ ഒക്കെ ചേർക്കാമായിരുന്നു യേശുവിന്. പക്ഷേ യേശു ചേർത്തില്ല. എൻ്റെ അർത്ഥം യേശു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ. അതുപോലെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മക്കളും പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേൾക്കണം. ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ വ്യക്തതയായിരിക്കണം. ടൈം മാനേജ്മെന്റ് എനിക്ക് സമയം തന്നിട്ടില്ല കൃത്യമായിട്ട്, അതുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെന്റ് എനിക്കില്ല ഇന്ന് പ്രസംഗിക്കുന്നതിൽ. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഞാൻ പോകത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു ക്ലോക്ക് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കൃത്യമായിട്ടറിയാം. ആ ക്ലോക്ക് ഞാൻ ഫോളോ ചെയ്യും. എനിക്കൊരു ബോധമുണ്ട്. ആ ബോധത്തിനനുസരിച്ച് ഞാൻ നിർത്തും. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്ന ഭാഗം ഇങ്ങനെ: പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വലയിൽ കുരുങ്ങിയ മീന്, ഒന്ന് പടകിൽ കടലിലുള്ള മീന്, 2 വലയിൽ കുരുങ്ങിയ മീന്. അവർ പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറയും, ഒരു 3 ദിവസം ഞാൻ ഉപവസിച്ച് നോക്കട്ടെ, ഞാൻ 3 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തു നോക്കാം, അതിനുശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം, അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നൊന്നുമല്ല. അവൻ പറഞ്ഞ ആ വാക്കിന് വില ഇറക്കി. യേശു പറഞ്ഞ വാക്കിന് വില ഇറക്കി. സഹോദരങ്ങളെ, അഡ്രസ് ഉള്ളവന്റെ പുറകില്ല ഞാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. യേശു നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ നിശ്ചയം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം ചെറുതല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റവും വലുതാണ്. ഇവിടെ പറയുന്നു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കാർണൽ മാൻ. സ്തോത്രം. വലയിൽ കുരുങ്ങിയ മീന്. അവിടെ പറയുന്ന മറുപടി, സ്തോത്രം, അവരെന്ത് ചെയ്തു? അവർ അടുത്ത വാക്യന്റെ അവർ വീശി. കണ്ടോ? ഇത്രയും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട്, എന്റെ ഭാഷ പറഞ്ഞ ഒരു മാനത്ത് കണ്ണ് മീന് പോലും കിട്ടിയിട്ടില്ല, ഒരു കൊച്ചു ചൂട മീന് പോലും കിട്ടിയിട്ടില്ല, ഒരു മത്തി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? അവർ വീശി. പറഞ്ഞ വാക്കിന് വല ഇറക്കി. പറഞ്ഞ വാക്കിന് എവിടെ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് ദൈവം പറയും ഇന്നടത്ത് പോകണമെന്ന്. നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? വടക്കോട്ട് പോകും. ഏലിയാവിനോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, നീ പോകേണ്ടത് ആദ്യം കിഴക്കോട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? കിഴക്കോട്ട് പോകണം, കിഴക്കോട്ട് പോകണം. നമ്മൾ പറഞ്ഞ കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോകും. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. പണ്ട് കാലത്ത് ഈ പിള്ളേരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ വരുമായിരുന്നു. ഈ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ വരും. ഇങ്ങോട്ട് വാ മോനെ എന്ന് വെച്ചാൽ വരും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ വരത്തില്ല. കാരണം എന്നറിയാമോ? പണ്ട് കാലത്ത് അമ്മിഞ്ഞപ്പാലാണ് ജനിച്ചാൽ ഉടനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അമ്മയുടെ പാല്. ഇന്ന് അങ്ങനെയല്ല. കൊമ്പുള്ള പശുവിൻ്റെ പാല്, ഫാരക്സ് ആയിട്ടും ഏതെങ്കിലും പശുവിനെ വിളിച്ചാൽ ഇങ്ങോട്ട് വരുമോ? മാത്രമല്ലേ, അതിന്റെ അർത്ഥം അതാ. അന്ന് ഇപ്പൊ പറയാ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും, സ്ത്രീകളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പാല് കൊടുത്താൽ, അമ്മിഞ്ഞപ്പാൽ, ഒരു തുള്ളി പാല്, ഇവന്റെ 1 ലിറ്റർ പാലിന് എത്രയുണ്ട്? ഒരൊറ്റ തുള്ളി മതി. സ്തോത്രം. അമ്മിഞ്ഞപ്പാൽ കൊടുത്താൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശാൻ പറഞ്ഞാൽ നമ്മുടെ ഇടത്ത് ഭാഗത്ത് വീശും, ഇടത്ത് വീശാൻ പറഞ്ഞാൽ വലത്തോട്ട് വീശും. ഏലിയാവിനെ പറഞ്ഞു, ഏലിയാവേ നീ കഴിക്കുക,
നീ ഭക്ഷണം എടുക്കുക, ഇതിന് ശേഷം എന്ത് ചെയ്യുക? നീ മുൻപോട്ട് പോകുക. സ്തോത്രം. വായിച്ചാട്ടെ ഏലിയാവിന്റെ ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. എന്റെ ഭാഗം അവിടെ അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം, 1 Kings chapter 70 verse 3. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. കണ്ടോ? ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് പ്ലാൻ ഉണ്ട്, ഒരു ടാസ്ക് ഉണ്ട്, ഒരെല്ലാം ഉണ്ട്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയെങ്കിലും പാടാനല്ല, എങ്ങനെയെങ്കിലും പ്രസംഗിക്കാനല്ല, എങ്ങനെയെങ്കിലും പോകാനല്ല, എന്തെങ്കിലും ചെയ്യാനല്ല. നമുക്കൊരു ടാസ്ക് ഉണ്ട്. വാട്ട്സ് യുവർ പർപ്പസ്? വാട്ട് ഇസ് യുവർ ടാസ്ക്? വാട്ട് ഇസ് യുവർ എയിം? നിങ്ങൾ എന്താ നിങ്ങളുടെ എയിം എന്നാ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എയിം എന്നാ? നമ്മൾ എന്തിനാ യേശുവിനെ കണ്ടുമുട്ടിയത്? നമ്മുടെ പർപ്പസ് എന്താ? നമ്മുടെ പ്ലാൻ എന്നാ? കുറച്ച് പൈസ ഉണ്ടാക്കണമോ? പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ വചനം എടുത്തപ്പോൾ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്റെ മുന്തിരിത്തോട്ടിൽ അധ്വാനിച്ചോള്, ന്യായമായിട്ട് നിനക്ക് തരാമെന്നാ. ഇന്ന് വരെ എന്റെ ദൈവം അന്യായം ചെയ്തവനല്ല. നിങ്ങളുടെ പർപ്പസും നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ ടാസ്കും നിങ്ങളുടെ എയിമും നിങ്ങളുടെ എല്ലാം ഒക്കെ നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കണം. എന്തിനെന്നെ വിളിച്ചു? നിങ്ങൾ ചോദിച്ചു, കർത്താവേ എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം പൂർത്തീകരിച്ചാൽ ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ പാതയാക്കി ദൈവം മാറ്റാൻ കഴിയും. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടും. അവർ വീശി മീനിന്റെ വലിപ്പം ഹേതുവായി. ഹേതു എന്ന വാക്കിന് അർത്ഥം അവിടെ പറയുന്നത് പെരുത്തൊരു മീൻകൂട്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു. മീനിന്റെ വലിപ്പം ഹേതുവായിട്ട് അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ഒരു ദൈവിക ദൂത് കൈമാറാം. നിങ്ങളുടെ തൊട്ടടുക്കൽ പെരുത്ത മീൻകൂട്ടം കിടക്കുക. നിന്റെ തൊട്ടടുക്കൽ കിടക്കുക. എന്ത് നിങ്ങൾ ചോദിച്ചു നോക്കിക്കേ. യേശു ക്രിസ്തുവിന്റെ കൃപപ്രകാരം, യേശുവിന്റെ ഹൃദയപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. അതാണ് വേദവസം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തേളിനെ കൊടുക്കുമോ, പാമ്പിനെ കൊടുക്കുമോ? ദോഷികളാകും നിങ്ങളുടെ മക്കൾ. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് തന്നോട് സ്നേഹിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കും. സ്തോത്രം. അടുത്ത ഭാഗത്ത് പറയുന്നു, ഇങ്ങനെ പറയുന്നത്, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശി വന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ വീശി മീനിന്റെ എളുപ്പം ഹേതുവായിട്ട് അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രയും വന്നപ്പോൾ ഒരു ചെറിയ ബോധം അവിടെ വന്ന ഒരാളിന്. സ്തോത്രം. മീനിന്റെ വലിപ്പം കിട്ടിയപ്പോൾ ഇതാണ് നമ്മൾ അനുഗ്രഹിച്ചാൽ കർത്താവ് നമുക്ക് നല്ലവനാ. നമ്മളെ സഹായിക്കാനായിട്ട് വന്നാൽ നമ്മൾ കർത്താവ് നല്ലവനാ. ചില കഷ്ടതയിൽ നീ ഒറ്റയ്ക്കായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കായിട്ട് തീരും. ചില സമയത്ത് മക്കൾ കാണത്തില്ല, ഭാര്യ കാണത്തില്ല, അമ്മ കാണത്തില്ല, സഹോദരൻ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, ആരും കാണത്തില്ല. യു ആർ എലോൺ. നീ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് പൊരുതി പോരാടി മുന്നോട്ട് പോകാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രികാലം പറയാം, മരുഭൂമിയെ മലർവാടിയാക്കണമെങ്കിൽ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി. ഈ രാത്രികാലം ഞാൻ വ്യക്തമായിട്ട് പറയാം, നീ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മതി. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവൻ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. Prayer is the voice of faith. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്നു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവരെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വീശി മീനിന്റെ വലിപ്പം ഹേതുവായിട്ട് അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. ഉടനെ പറയുന്നു, ഒരാൾ അടുത്ത് പറയാ, വായിച്ചേ, ആരാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ? പത്രോസ്, ലൂക്കോസ്, യോഹന്നാൻ? ആരാ? യോഹന്നാൻ. യേശു സ്നേഹിച്ച ശിഷ്യൻ. ഈ ഒരു വിളി നമുക്കുണ്ടോ? ഈ ഒരു വിളി കിട്ടാൻ സാധ്യതയുണ്ടോ? യേശു എങ്ങനെ സ്നേഹിച്ചത്? യേശുവിനെ മാറോട് ചേർന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പത്രോസ് വീട്ടിൽ പോകുമായിരുന്നു. ഈ കിട്ടുന്ന അപ്പത്തിന്റെ ബാക്കിയെല്ലാം കൊണ്ടുപോകുമായിരുന്നു. ചില ആൾക്കുണ്ട്, ചില പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറച്ച് പാത്രം കൊണ്ട് കൊണ്ടുവരും ഇങ്ങോട്ട്, ബാക്കി കൂടെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞു. സഭായോഗത്തിന് പ്രാർത്ഥനയ്ക്ക് ഒരു ഊണുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യും? 2-3 പ്ലേറ്റുകൾ കൊണ്ട് വെച്ചേക്കുന്നത് കുറച്ചും കൂടെ കൊണ്ടുപോകാൻ. ഇതുപോലെയൊന്നുമല്ല, പത്രോസ് അങ്ങനെ ആയിരുന്നു. പത്രോസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ അപ്പം എല്ലാം കൊണ്ടുപോകും. പക്ഷേ യവനൊക്കെ ഒരു നേരത്തെ ആഹാരം സമൂഹത്തിന് കഴിക്കാൻ കൊടുത്തപ്പോൾ ഈ പത്രോസിനൊക്കെ കൂടെ ഒരു കൊട്ട അപ്പോ.
സ്തോത്രം. നിങ്ങൾ വായിച്ചു നോക്കുകയെ, അതിന്റെ അർത്ഥം എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു പറഞ്ഞ് വേർതിരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയാം, ഒരു കൊട്ട് അപ്പം തന്ന് നമ്മളെ മാനിക്കുന്ന ദൈവമാ. നമ്മുടെ പ്രസംഗം കേൾക്കാൻ വരുന്നവർ, നമ്മുടെ സുവിശേഷം പറയാൻ പോകുന്നിടത്തേക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ എന്നെയും നിങ്ങളെയും എനിക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്രയധികം ആഹാരം നിങ്ങൾക്ക് നൽകും. ഇന്ന് വരെ എനിക്കറിയാം, ഞാനിവിടെ താമസിക്കുന്ന ആളാ. സ്തോത്രം. ഒരു ദിവസം പോലും ഒന്നിനും കുറവ് വന്നിട്ടില്ല, ഒന്നിനും കുറവ് വന്നിട്ടില്ല. നോക്ക്, ഇന്നും വന്നിട്ടുണ്ട്. ഇപ്പോഴും ഭക്ഷണം ഇവിടെ ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ എനിക്കൊരു ഭക്ഷണം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആരോടും ചോദിച്ചിട്ടില്ല, പാസ്റ്ററോട് ഞാൻ ചോദിച്ചിട്ടില്ല. വേണ്ട വേണ്ടെന്നേ പറയത്തുള്ളൂ. എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞു. ഏത് കാര്യം ചോദിച്ചു, ചായ വേണം, വേണ്ട, ഞാൻ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പറയാം, ഇന്ന് വരെ ഒന്നിനും കുറവ് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം നീ ഏലിയാവാണോ ഇരിക്കേണ്ടടുത്തിരുന്നാൽ സംഗതി വരേണ്ടത് വരും. ആരുടെ വേല ചെയ്യുന്നത്? ആരുടെ വേല ചെയ്യുന്നത്? രാജനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാൻ സമയത്ത് വിട്ടു കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് എവിടെന്നാ കിട്ടുന്നത്? അതിന്റെ അർത്ഥം എന്നാ? നീ ഇരിക്കുന്നിടത്തിരുന്നാ മതി, നിനക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുവാൻ ഇന്ന് രാത്രി കാലം ശക്തനാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ പറയുന്നു, ഇതാരാ? കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് വലിയ പ്രയാസമാണ്. തന്നെ തന്നെ നോക്കിയപ്പോൾ അദ്ദേഹം എന്തില്ല. വായിച്ചേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത്. ആ ആ ആ ഇപ്പൊ പുള്ളിക്ക് എന്തില്ല. കർത്താവെന്ന് കേട്ടപ്പോൾ തന്നെ തന്നെ നോക്കി. കർത്താവെന്ന് കേൾക്കുമ്പോൾ തന്നെ തന്നെ നോക്കാൻ കൃപ വേണം. മറ്റേ ആൾക്കാരെ കുറിച്ച് പറയുവാൻ, മറ്റേ ആൾക്കാരെ വിധിക്കുവാൻ, വേറെ വ്യക്തിയോട് സംസാരിക്കുവാൻ, അവൻ അങ്ങനത്തവനാണ്, ഇവൻ ഇങ്ങനത്തവനാണ്, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവനൊക്കെ ഇങ്ങനെയാണ്, ഇവൻ അതറിയത്തിൽ ഇതറിയത്തിൽ മറ്റൊരാളെ വിധിക്കുമ്പോൾ ആദ്യം വിധിക്കേണ്ടത് എന്നെയാണ്. ഞാൻ നേരെ നന്നായാൽ നിങ്ങളൊക്കെ നന്നാകും. സ്തോത്രം. പറഞ്ഞ് മനസ്സിലായി. പ്രസംഗിക്കുന്നവൻ ആദ്യം നന്നാകണം. പ്രസംഗിക്കുന്ന പോലെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രസംഗിക്കാൻ നടക്കരുത്. സുവിശേഷന്മാർ എഴുതി വെച്ചേക്കണേ ഈ ഒരു വാക്ക്. പ്രസംഗിക്കുന്ന പോലെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രസംഗിക്കാൻ നടക്കരുത്. മനസ്സിലായില്ല? പ്രസംഗിക്കുന്ന പോലെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രസംഗിക്കാൻ നടക്കരുത്. സ്തോത്രം. വലിയ രസമാണ്. എവിടെ പോലും തുണ്ടമീനിന്നാം. നല്ല സൂപ്പറാ. ഈ അതിനടുത്തോട് പോയി കഴിഞ്ഞാൽ എവിടെ പോലും തുണ്ടമീനിന്നാം, എവിടെ പോയാലും ചിക്കൻ അടിക്കാം, എവിടെ പോയാലും കബാബ് കിട്ടും, എന്തുകൊണ്ട് ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷേ ഒരു ദിവസം നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ കഴിച്ച ഓരോ കുപ്പൂസിനും, ഇവിടെ തിന്ന് കഴിച്ച ഓരോ ചോറിനും, ഓരോ നെല്ലരിക്കും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ടെന്ന് മാത്രം മനസ്സിലാക്കി പോവുക. അപ്പോൾ പൗലോസ് പറയുന്നു, ഒരു സഭയല്ലാതെ മറ്റു സഭകളൊന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം മറ്റു സഭകൾ കണക്ക് കാണിച്ചിട്ടില്ല. നമ്മളെന്ത് ചെയ്യുക? എത്രത്തോളം കണക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെയുള്ളവരാരും ദൈവത്തെ കളിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഇവിടെ തന്നെ കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആഹാരം തരും. കാരണം ദൈവത്തിന് ഒരു പരാതി വരും. നീതികെട്ടവന്റെ മേലും ദുഷ്ടന്റെ മേലും മഞ്ഞും മഴയും ദൈവം എന്ത് ചെയ്യുക? അയക്കുക. ഇന്ന് മഴ പെയ്ത് ആരും പറഞ്ഞായിരുന്നു? ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. കാര്യം ഇതിനകത്താണ് ഒന്നും അറിയുന്നത് പോലുമില്ല. ഞാൻ വെളിയിലേക്ക് മാറ്റ് കുറയാനായിട്ട് പോയ സമയത്ത് കാണാം മഴ പെയ്തേക്കുക. സ്തോത്രം. അപ്പൊ ദുഷ്ടന്റെ മേലും നീതികെട്ടവന്റെ മേലും ദൈവം മഞ്ഞും മഴയും ഒക്കെ എന്ത് ചെയ്യുക? അയക്കുന്നു. അതുകൊണ്ട് നാം ചോദിച്ചിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിതാവായ ദൈവം നമ്മളെ ചോദിക്കാതെ നമ്മളെ സൃഷ്ടിച്ചതിനാൽ എനിക്ക് നിങ്ങൾ ആഹാരം തരും. ദൈവം ഒരിക്കലും ബുദ്ധിമുട്ട് വരുത്തില്ല. പക്ഷേ സ്വർഗത്തിൽ പോകാൻ ചില ബുദ്ധിമുട്ടായിരിക്കും. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട്, ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അവിടെ പറയുന്ന അങ്ങനെ പടകിന്റെ വലത്തുഭാഗത്ത് വല വീശി മീൻ നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. അവർ വീശി മീനിന്റെ വലിപ്പം ഹേതുവായിട്ട് അവർക്ക് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു, ഇത് പത്രോസിനോട് പറയുക, വേറെ ആരോടും പറഞ്ഞില്ല. ആരോടും പറഞ്ഞ? പത്രോസിനോട് പറഞ്ഞു, ഇത് ആരാ? കർത്താവ. ഉറക്കല്ല പറഞ്ഞേ. പത്രോസിനോട് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം മൊത്തം കുറെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അറിയാം, ഞാൻ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഏകദേശം 6-7 പേര് അവിടെ ഉണ്ട്. ഈ 6-7 പേരൊന്നും കേട്ടില്ല. ഇവൻ പതുക്കെ ചെവിയിൽ ഇങ്ങനെ വിളിച്ചോടെ ഇത് കർത്താവാണ്. ഈ കർത്താവെന്ന് കേട്ടതും ഈ കൊച്ചു ചെറുക്കൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ നോക്കിയപ്പോൾ പുള്ളിക്ക് എന്തില്ല? വസ്ത്രമില്ല. ഇതുപോലെയാണ് ഇന്നത്തെ പിള്ളേർക്ക് വസ്ത്രമില്ലാത്തവരാ. ഞാൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരു നിക്കറും ഒരു ഉടുപ്പിട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇട്ടിട്ട് എൻ്റെ നിക്കറിൻ്റെ പുറം മൊത്തം കീറിയിട്ടുണ്ട്. അതിട്ടുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ കീറിയതിട്ടത് എനിക്ക് ഇല്ലാഞ്ഞിട്ടാ. ഇന്ന് ലുലുലു പോയി 25 വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരം കീറിയ സാധനം കിട്ടും പലതും. എത്ര കീറില്ല. സ്തോത്രം. ഓക്കെ എത്ര കീറിയതായിട്ടില്ലേ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾ മനസ്സിലാവണം. എത്ര കീറിയത് നമുക്ക് ഇന്നത്. അതിന്റെ അർത്ഥം പറയാം, ഒരു കാലത്ത് ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ കീറിയതിട്ടത്. ഇന്നാണെങ്കിലോ
ഇവിടെ ഉണ്ടായിരുന്നിട്ടാ കീറിട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ പറയും എൻ്റെ കുഞ്ഞ് അതേ വയ്ക്കൽ. നിങ്ങളെ നല്ല മുറുക്കുമുള്ളു വെട്ടി അടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പിള്ളേർ ഏതും പറയും, എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ച് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ മേടിച്ചു കൊടുക്കരുത്. ശരിക്കും മാതാപിതാക്കൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ പിള്ളേർക്ക് നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കും, നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കും, നല്ല കൃത്യമായിട്ട് മുടി വെട്ടിപ്പിക്കും, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. പിള്ളേർ അതൊക്കെ പറയും. നമുക്കൊരു കൾച്ചറുണ്ട്, നമുക്കൊരു കസ്റ്റമുണ്ട്, നമുക്കൊരു ട്രഡീഷൻ ഉണ്ട്. ആദ്യം മനസ്സിലാക്കുക, നാം ആരെന്ന് നാം മനസ്സിലാക്കണം. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശാൻ പറഞ്ഞവൾ വീശി. ഏലിയാവിനോട് പറഞ്ഞ് കിഴക്കോട്ട് പോകാൻ പറഞ്ഞു. ഏലിയ കിഴക്കോട്ട് പോയി. പക്ഷെ നമ്മൾ വടക്കോട്ട് പോകുന്നുണ്ടാ നമുക്ക് അനുഗ്രഹം വരാത്തൊരു കാരണം. രാത്രികാലം ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന മനുഷ്യന് വ്യക്തമായിട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള വകതിരിവ് പ്രാപിക്കാൻ കഴിയും. ഇവിടെ പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ തന്നോട് പറഞ്ഞു, കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ തന്നെ നോക്കിയപ്പോൾ തനിക്ക് എന്തില്ല. എടാ പത്രോസേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരെയും 5000 സ്ത്രീകളെയും 20,000 പിള്ളേരെയും 10,000 പിള്ളേരെയും. അതെന്താ അങ്ങനെ നിൽക്കുന്നത്? 5000 പുരുഷന്മാർക്ക് 5000 ഭാര്യമാര്. പണ്ട് 5000 ഭാര്യയല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവനെ നോക്കിക്കേ, ആരാ ഈ നമ്മുടെ പിന്നെ ശലോമോനെ നോക്കിക്കേ, എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്ര വെപ്പാട്ടികളാ! മാറോട് ചാരി കിടക്കാൻ വെപ്പാട്ടികൾ എത്ര എണ്ണത്തിന് കൊടുത്തു? അയ്യോ, ഒന്ന് മനസ്സിലാക്കി വയ്ക്കേ. ഒരു ഭാര്യ ഉള്ളതിനെ പോറ്റാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഈ എത്രയും വെപ്പാട്ടികളെ കൊടുത്തു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറയുന്നത്, ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്ന് വെച്ചോളൂ. 5000 പുരുഷന്മാരെന്ന് കല്യാണം കഴിച്ചവരെ പുരുഷന്മാരെന്ന് പറയത്തുള്ളൂ. അല്ലാതെ ഇവരെയൊക്കെ പറഞ്ഞ പിള്ളേരെന്ന് പറയുന്നത്. ലാലുവരെ പറയത്തില്ല, ഇങ്ങനെ കാണിച്ചപ്പോൾ ലാലുവർ വരത്തില്ല അതിനകത്ത്. ഇതൊക്കെ പിള്ളേരാ ഞങ്ങളെ പിള്ളേരാ, ഇതല്ല ഈ പിള്ളേരിങ്ങനെ പറയും. പക്ഷേ മറ്റേ കല്യാണം കഴിച്ച ആൾക്കാരെ പുരുഷന്മാരെന്നാ പറയുന്നത്. അങ്ങനെ 5000 പുരുഷന്മാർ, 5000 ഭാര്യമാർ. എത്രയായി? 10,000 അല്ലേ? നാം 2, നമുക്ക് 2. സുനിൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം, എന്താ ഈ 3 എണ്ണം ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാവർക്കും വന്നിട്ടുള്ളതല്ലേ? എനിക്ക് 3, പിന്നെ ജോ പാസ്റ്റർ 3, സുനിൽ പാസ്റ്റർ 3. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ഒരു 3 പിള്ളേര്. അത് നല്ലതാട്ടോ. ഞാൻ പറഞ്ഞ 10 പിള്ളേരെ വേണമെന്ന് പറഞ്ഞത്, പൈസ ഉണ്ടെങ്കിൽ. പക്ഷെ പൈസ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെ എന്ത് ഒറ്റ ബുദ്ധിമുട്ടാണ്. അപ്പൊ 3 പിള്ളേർ. അങ്ങനെ പോലും 3 വേണ്ട. 1 ഉള്ളവരും 2 ഉള്ളവരും 3 ഉള്ളവരും കൂടെ കൂട്ടി എങ്ങനെയെന്ന് പറഞ്ഞാൽ 2 വെച്ച് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നാം 2, നമുക്ക് 2 എന്നാ. അങ്ങനെയല്ലേ? അങ്ങനെ 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ, 10,000 പിള്ളേർ, 20,000 പേരുടെ അടുക്കൽ നന്നായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് അപ്പം വിളമ്പിക്കൊടുത്ത പത്രോസേ, നീ അവിടെ ഒരിക്കൽ നിനക്ക് വസ്ത്രമില്ലായിരുന്നല്ലോ. പക്ഷേ യേശുവിനെ അവിടെ വിട്ട് അല്പം അകന്നപ്പോൾ പത്രോസ് എന്തില്ല, അവന്റെ വസ്ത്രമില്ല, നഗ്നതകൾ വെളിപ്പെടുന്നു. ഞാൻ നിർത്തുന്ന കാരണം ഈ സൗണ്ട് വെളിയിൽ പോകാതിരിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾക്ക് വഹതിരി ദൈവം നൽകിയിട്ടുണ്ടല്ലോ. സ്തോത്രം. അത് നമ്മൾ വല്ല പരിജ്ഞാനത്തോടു കൂടെ കാര്യം ചെയ്യണം. ഇവിടെ പറയുന്ന കാര്യം, 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ, 10,000 പിള്ളേര്, മൊത്തം 20,000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പത്രോസ് സുബോധത്തോടെ നിന്നവൻ. യേശുവിനില്ലായിരുന്ന സമയത്ത് അവൻ നഗ്നനാകുക. അതിനർത്ഥം ഇനി മനസ്സിലാക്കണം, അവൻ നഗ്നനാകയാൽ, അടുത്ത് വായിക്കുന്നു, വായിച്ചേ. കണ്ടോ? കരയിൽ നിൽക്കുമ്പോഴാണോ വസ്ത്രം തേരേണ്ടത്, അതോ കടലിൽ നിൽക്കുമ്പോഴാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അപ്പച്ചന്മാർ പണ്ട്, നമ്മളിപ്പോൾ ഈ ആൾക്കാർ നമ്മളിപ്പോൾ കാണുമ്പോൾ പിന്നെ പഴങ്ങഞ്ഞി എന്ന് വെച്ചപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചതാ, വാട്ട് ഈസ് പഴങ്ങഞ്ഞി, ക്യാൻ യു എക്സ്പ്ലെയിൻ? ഐ നോ ദാറ്റ് KFC. എന്താ മനസ്സിലാവുന്നുണ്ടോ? ചക്കയുടെ കൂഞ്ഞേ പണ്ട് കഴിച്ചത്, വാഴയുടെ മാണം. ഇതൊന്നും മറന്നു കളയരുത്. ഒരു കാലത്ത് വയറ് നിറയെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത കാലഘട്ടങ്ങളിൽ കൂടെ ഞാനും നിങ്ങളും കടന്നുപോയതാ. എന്നാൽ ദൈവത്തിന്റെ മഹാകൃപ നമ്മുടെ ഇടയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ പട്ടണത്തിലും അനേകം രാജ്യങ്ങളിൽ പോയിട്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കുവാൻ, നല്ല നല്ല വസ്ത്രം ഉടുക്കുവാൻ, നല്ല നല്ല വീടുകളിൽ താമസിക്കാൻ ദൈവം ഭാഗ്യമൊരു കർത്താവിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. ദൈവത്തിന്റെ കൃപയുടെ മഹത്വം എത്ര ശ്രേഷ്ഠമാണ്. ഒരു നേരത്തെ ഞാൻ പണ്ട് കാലം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇവിടെ കൂടെ മേളിൽ കൂടെ കുരിശു പോലത്തെ ഒരു സാധനം പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിച്ചാടിയ ശേഷം ഞാൻ മേപ്പോട്ട് നോക്കിയിട്ട് പറയും, ഉമാനം എന്നാ. എന്താ പറയാ? വിമാനമെന്ന് പോലും പറയാൻ കഴിവില്ലാത്ത എന്നെ എത്ര രാജ്യങ്ങൾ കർത്താവിനെ അയച്ചു. GCC കൺട്രികൾ എത്ര പ്രാവശ്യം അയച്ചു, എത്ര പ്രാവശ്യങ്ങൾ ദൈവമായ കർത്താവിനെ അനുഗ്രഹിച്ചു. വൈൽഡ് പീപ്പിൾസിന്റെ അമേരിക്കയിലെ ഇതുപോലെ സ്ഥലങ്ങളിൽ ദൈവം അയച്ചതിന്റെ കാര്യം പറയാം. നിന്നോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം പറയാം, ആ വാഗ്ദത്തം ദൈവമായ കർത്താവ് പൂർത്തീകരിക്കും. ദൈവം പറയുന്നു, ഇവിടെ പറയുന്നത്, അവൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് എടുത്തിയാടി. നമ്മുടെ അപ്പച്ചന്മാര് പണ്ട് കാലത്ത് ജോലിക്ക് പോകുമ്പോൾ, കണ്ടത്തിൽ ജോലിക്ക് പോകുമ്പോൾ അവർ ഒരു തോർത്തൂർത്തോണ്ടാണ് ജോലി ചെയ്യുന്നത്. വൈകിട്ട് വന്ന ശേഷം ആ ഏതെങ്കിലും തോടോ മറ്റ് ആറോ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന ശേഷം ഈ അപ്പച്ചൻ അകത്തേക്ക് ആ തോട്ടിൽ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ
കുളിച്ചു കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ ഈ ഉടുത്തിരുന്ന തുണി എടുത്ത് പിഴിഞ്ഞ് തല തുടച്ചിട്ട് അതേ കണക്കിന് കയറി വരുമ്പോൾ ഇങ്ങനെ ഉടുത്തോണ്ട് വരുമായിരുന്നു. സ്തോത്രം. അപ്പച്ചൻ കരയിൽ നിന്നപ്പോൾ അപ്പച്ചന് വസ്ത്രം വേണമായിരുന്നു. പക്ഷെ കടലിനകത്തോ വെള്ളത്തിനകത്തോ നിൽക്കുമ്പോൾ വസ്ത്രം വേണ്ട. അത് ആദ്യം മനസ്സിലാക്കണം. ദൈവമില്ല എങ്കിൽ നഗ്നതകൾ വെളിപ്പെടും. ദൈവമില്ല എങ്കിൽ ഈ നഗ്നതകൾ ശരിക്കും വെളിപ്പെടും. അതുകൊണ്ട് യേശുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം. അവൻ എന്ത് ചെയ്തു? അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. വെള്ളത്തിൽ നിൽക്കുമ്പോഴാണോ വസ്ത്രം വേണ്ടത്? അത് കടലിൽ നിൽക്കുമ്പോഴാണ് വസ്ത്രം വേണ്ടത്. അവൻ വെള്ളത്തിൽ ചാടി. ഇവൻ പിന്നെ തൊട്ടില്ല. അവനെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ശേഷം ശിഷ്യന്മാർ, അങ്ങനെയല്ലേ വാക്ക് വയ്ക്കുന്നേ? വായിച്ചേ. ആ, പത്രോസെ, നീ യേശുവിന്റെ വചനം നീ അനുസരിക്കാത്തതിനാലും, പത്രോസെ നീ വലിയ മിടുക്കനാ, നിനക്ക് ഒത്തിരി കഴിവുണ്ട്, നിനക്ക് ഒത്തിരി ജ്ഞാനമുണ്ട്, ഗലീല കടലെ താഴ്ച എനിക്കറിയാം, നിനക്ക് ഒത്തിരി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ, പക്ഷേ നീ വഴിതെറ്റി ജീവിക്കുന്നുണ്ട്. പിന്നെ നീ മീനെ തൊടാൻ അനുവദിച്ചില്ല. പലവനെ വലിച്ചു കയറ്റുന്നത്. അതിന്റെ അർത്ഥം പറയാം. നിങ്ങളും ഞാനും നേരെ നിന്നാൽ ദൈവം നമുക്ക് പെരുത്ത മീൻ കൂട്ടം നൽകും. അല്ല എങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത രീതിയിൽ മറ്റവൻ വലിച്ചു കയറ്റും. പറഞ്ഞ മനസ്സിലായി തോന്നുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹം വേണമോ? അത് നീ നേരെ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ല നാളെ ആയാലും ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അതിന്റെ അർത്ഥം അഡ്രസ് ഉള്ളവന്റെ പുറകിലാണ് ഞാൻ നിങ്ങൾ അറിയിത്തിരിച്ചത്. അഡ്രസ് ഉള്ളവന്റെ പുറകിൽ അറിയിത്തിരിച്ചത്. നമുക്ക് വേണ്ടി ഇവിടെ വിളിച്ച് പറയുന്നു. അവൻ എന്ത് ചെയ്യാ? ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തു? 200 മുഴം. 200 മുഴം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചവർക്കൊന്നും അറിയത്തില്ല മുഴം എന്താന്ന്. നമ്മളെ കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടല്ലേ? ആരും കളിച്ചിട്ടുണ്ടോ അവിടെ? കുട്ടിയും കോലും കളിച്ചു കര ഉയർത്തിട്ട് കാണാം. കുട്ടിയും കോലും കളി ഇങ്ങനെ തിന്നുമോനെ കളിച്ചോ? പിടിക്കില്ലാമല്ലോ. ഞാൻ തിന്നുമോനെന്നാ വിളിക്കുന്നേ. ഞാൻ അത്ര എൻ്റെ അത്ര സ്നേഹിക്കുന്നുള്ളൂ ആ കുഞ്ഞിനെ വിളിക്കുന്നത്. എൻ്റെ മക്കളെ ഞാൻ മോളെന്നല്ല മോനെന്നാ വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങനെ വിളിക്കും. ഞാൻ അവളോട് താമസിച്ചതാ. സ്തോത്രം. എൻ്റെ വീട്ടിലും വന്ന് താമസിച്ചിട്ടുണ്ട് ഇവരൊക്കെ. ഞാൻ പറഞ്ഞ അർത്ഥം, അവർ ഈ കുട്ടിയും കോലും കളിക്കുമ്പോൾ 1 മുഴം എന്ന് പറയുന്നത് ഈ കൈ മുതൽ ഇവിടെ വരെ 1 മുഴം. അവിടെ പറയുന്നത് ശേഷം എത്ര മുഴമാ? 200 മുഴത്തിനടുക്കലായിട്ട് എന്ത് കിടക്കുന്നുണ്ട്? പെരുത്ത മീൻകൂട്ടം കിടക്കുക. സ്തോത്രം. ഈ ചർച്ചിന്റെ റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ നിങ്ങളുടെ സഭയുടെ അല്ലെ നിങ്ങളുടെ വീടിന്റെ ഇടത്തും വലത്തും നിങ്ങൾ മുമ്പിലും പുറകിലുമായി 200 മുഴത്തിനകത്ത് എന്ത് കിടപ്പുണ്ട്? പെരുത്ത മീൻകൂട്ടം കിടക്കുക. വലിയ മീൻകൂട്ടം കിടക്കുക. സ്തോത്രം. വാക്കുകൾ ഞാൻ പരിമിതി കുറിക്കാൻ ആഗ്രഹിക്കുന്നു. പെരുത്ത മീൻകൂട്ടം കിടക്കുക. സ്തോത്രം. വായിച്ചട്ടെ. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് അല്ലായികയാൽ കേട്ടോ മീൻ നിറഞ്ഞ വല വലിച്ചിഴച്ചുകൊണ്ട് വരിക. പിടിച്ചു പോക്കാൻ കഴിയുന്നില്ല. വലിച്ചിഴച്ചുകൊണ്ട് വരികയാ. സ്തോത്രം. ഒരു പെരുത്ത അനുഗ്രഹം, ഒരു വലിയ ദൈവിക നന്മ, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രികാലം പറയാം, പെരുത്ത മീൻകൂട്ടം പിടിക്കുവാൻ ദൈവം നിങ്ങളുടെ ഭാഗ്യമൊരുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന വലിച്ചെഴിച്ചുകൊണ്ട് വരികയാ. നിങ്ങൾക്ക് എത്ര അനുഗ്രഹം വേണം? നിങ്ങൾക്ക് എത്ര നന്മ വേണം? സഹോദരങ്ങളെ, ദൈവത്തോട് ചോദിച്ചു നോക്കൂ. നിങ്ങളെ ഒരിക്കലും അവൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അവൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. പെരുത്ത മീൻകൂട്ടം പിടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് വരികയാ. വലിച്ചിഴച്ചുകൊണ്ട് വന്നപ്പോൾ അടുത്ത് വായിക്കുമ്പോഴാണ് പറയുന്നത്, കരക്കിറങ്ങിയപ്പോൾ എന്ത് കണ്ടു? തീക്കനലും അതിന്റെ പുറത്ത് മീൻ വച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഫിഷ് പ്ലേസ് ഓൺ ഫയർ. ഇതിനെ പറയുന്നത് സ്പിരിച്വൽ മാൻ. ഞാൻ ആദ്യം പറഞ്ഞു നാച്ചുറൽ മാൻ, രണ്ടാമതൊരു കാർണൽ മാൻ. ഇപ്പോൾ ആരാ? സ്പിരിച്വൽ മാൻ. കരക്കിറങ്ങിയപ്പോൾ നിങ്ങൾ പിടിക്കാത്തതും നിങ്ങൾ ചിന്തിക്കാത്തതും നിങ്ങൾ കരുതാത്തതുമാകുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ ബഹ്റിനിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാണ് മിക്കവാറുള്ളവരെല്ലാം സൈഡ് സീറ്റാണ് ചോദിക്കുന്നത്. അല്ലേ? എനിക്ക് സൈഡ് സീറ്റ് വേണം. നേരത്തെ ടിക്കറ്റ് എടുക്കുന്നത് സാറിന് ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് സൈഡ് സീറ്റ് ഒന്ന് ഉറങ്ങാൻ പറ്റും, രണ്ടാമത് കാഴ്ച കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയുണ്ട്? കുറേ കൊച്ചു കൊച്ചു വീടുകളും അല്ലെങ്കിൽ കുറച്ച് വലിയ വീടുകളും പിന്നെ എന്ത് ചെയ്യുക, അങ്ങും ഇഞ്ഞും പൊങ്ങി നിൽക്കുന്ന കുറച്ച് ലൈറ്റുകളും, അല്ലേ, കുറെ റോഡുകളും മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടെ ചക്കയുണ്ടോ? കാണാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഏതൊക്കെ രാജ്യത്തിന്റെ ആപ്പിളാണ് വേണ്ടത്? സ്പാനിഷ്, ഉഗാണ്ട, അമേരിക്ക, ഇന്ത്യ. നമ്മളത് തിരിയുക, ഇങ്ങനെ തിരിയുക, അങ്ങോട്ട് തിരിഞ്ഞ ആലു ഉണ്ട് തിരിയുന്നത് പോലെ.
അല്ലേ? ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് എന്നെ നിങ്ങളെ കർത്താവ് അവിടെ കൊണ്ടുവന്നത്. ഒരു ദിവസം പോലും പട്ടിണിയിടാതെ എന്നെയും നിങ്ങളെയും കർത്താവ് മാനിച്ചു കൊണ്ടുവന്നതിന് അർത്ഥം പറയാം. പരിശുദ്ധാത്മ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്. ഇവിടെ പറയാം, നീ കരയ്ക്കിറങ്ങിയപ്പോൾ ആരും അടയ്ക്കാത്ത ചില വാതിൽ നിനക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കാത്ത ചില വാതിൽ, ആരും തുറക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവമായി പൂട്ടി ബന്ധിച്ചിരിക്കുന്നു. കാരണം പറയാ, നീ കരയ്ക്കിറങ്ങിയപ്പോൾ എന്ത് കണ്ടു? ഒരു പെരുത്ത മീൻകൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഒരു പെരുത്ത മീൻകൂട്ടം അവർ കാണുകയാ. മാത്രമല്ല, കരയ്ക്കിറങ്ങിയ സമയത്ത് കനലിന്മേല് വച്ച മീന്. ഞാൻ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞു, 1 കടലിലുള്ള മീന്, 2 വലയിൽ കുരുങ്ങിയ മീന്, 3 കനലിന്മേൽ വെച്ച മീന്. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ മീനും അതിന്റെ പുറത്ത് അപ്പവും വെച്ചിരിക്കുന്നത് കണ്ടു. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ തീയുടെ കൊണ്ട് പരിശുദ്ധാത്മാവിനെ പറയുന്നു. തീ, എണ്ണ, അതുപോലെ കാറ്റ്, പ്രാവ്, ഈ കാര്യത്താണ് പരിശുദ്ധാത്മ പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ അവിടെ പറയുന്നത്, ഈ തീയിലേക്ക് ഈ മീനിനെ വെക്കണം. ഏത് തീയില? പരിശുദ്ധാത്മാവിന്റെ തീയിൽ എന്നെയും നിങ്ങളെയും വെക്കണം. പ്രൈസ് ദി ലോർഡ്. വെക്കുന്ന വെറുതെ അങ്ങ് വെക്കത്തില്ല കേട്ടോ. പച്ച മീന് ബോധമുള്ളവൻ കഴിക്കത്തില്ല, പക്ഷെ ചുട്ട മീന് ബോധമുള്ളവൻ കഴിക്കും. ശരിയല്ലേ? ഇവിടെ ഗ്രിൽഡ് ചിക്കൻ, നിങ്ങൾ ചുട്ടമെന്ന് പറയത്തില്ല, ഗ്രിൽഡ് ചിക്കൻ നിങ്ങൾ പേരാ. ഞാനും അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ തീയുടെ മേൽ എന്ത് വെക്കുന്നു? ഈ മീൻ വെക്കുക. മീൻ വെക്കുന്നതിന് മുമ്പ് 2 പ്രോസസ്സിംഗ് ഉണ്ട്. സാറിന് മീൻ പിടിച്ചുകൊണ്ട് വെക്കുവോ? ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ മീനിന്റെ അങ്ങോട്ട് എന്ത് ചെയ്യാ? അതിന്റെ ചെതുമ്പലൊക്കെ നന്നായിട്ട് തേക്കുക. അപ്പോൾ ഈ മീൻ പറയുന്നത്, എന്നത്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്താ പ്രശ്നം ഉണ്ടാക്കാനാ? അപ്പോഴൊക്കെ ഈ തേക്കുന്നവൻ മിണ്ടാതിരിക്കുക, ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വിചാതി എടുത്തിട്ടുണ്ട്, ഓറെ പോറുക. അപ്പോൾ ദൈവമേ, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി, എനിക്ക് എന്നാ ഇങ്ങനെ വരാൻ കാരണം, എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്ന കാര്യമാണ്. അപ്പോഴും കർത്താവിൻ്റെ ഈ മീൻകാരൻ, ഈ വെട്ടുന്നവൻ മിണ്ടാതിരിക്കുക. അവൻ ഇങ്ങനെ മുറിച്ച് വന്നതിന് ശേഷം അപ്പോഴും ചോദിച്ചു, ഇതോടുകൂടെ എങ്ങനെ സംഗതി തീർന്നു വന്നാ. പിന്നെ കാണാം ഇവിടെ വലിയ കാന്താരി മുളക് പോലത്തെ സാധനത്തെ ഇങ്ങനെ എടുത്തിരിക്കും, ഇങ്ങനെ എൻ്റെ അകത്തോടെ തേക്കുക. സഹോദരങ്ങളെ, വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകും, ഒത്തിരി വേദനകൾ. ഈ മീനിനോട് ചോദിച്ച മീൻ പറയും, ഞാൻ കടലിൽ കിടന്നത് എനിക്ക് യാതൊരു വിധமான പരിഭവം നീയുമായിട്ടില്ലായിരുന്നു, എന്നെ പിടിച്ചോണ്ട് വന്നതല്ലേ, എന്റെ ദേഹത്തുള്ള ചെതുമ്പൽ എന്തുകൊണ്ട് നീ മാറ്റുന്നു, നീ വേദനിക്കുന്നു. പിന്നെ മാത്രമല്ല, നീ എന്നെ മുറിപ്പെടുത്തുന്ന കാര്യമെന്നാ. പക്ഷേ അതുകൊണ്ടും തീരുന്നില്ല. ആമേ, സ്തോത്രം. ഭയങ്കര നീറ്റലുള്ള മുളക് പോലെ എന്റെയും നിങ്ങളുടെ ദേഹത്തേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക മീനിലേക്ക്. അപ്പോഴും നമ്മൾ പുളകിയ എങ്ങനെ കർത്താവെ മുൻപോട്ട് പോകും, എന്തായി തീരും, ഇതോടുകൂടെ സകലവും തീർന്നു ചോദിക്കുമ്പോൾ, ഇല്ല, നിനക്ക് വേണ്ടി ഒരു പുതുപുത്തൻ കാര്യം കർത്താവ് ചെയ്യാൻ പോവുക. പക്ഷെ വേദനിക്കുമ്പോൾ അപ്പൊ തീയിലേക്ക് വെക്കുന്ന സമയത്ത് ഇതോടുകൂടെ തീയിലേക്ക് വെക്കുമ്പോൾ ഇനിയെങ്കിലും പ്രശ്നം തീരുമെന്ന് പറയാ. പക്ഷേ ആ തീ ഒരു സ്ഥലത്ത് വേകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനെ വീണ്ടും മറച്ചു വെക്കുക. സ്തോത്രം. നന്നായിട്ട് വേഗണം. എന്തിനെന്നറിയാമോ? ഞാൻ മറ്റൊരാളിന് ഭക്ഷണമായി തീരുവാൻ, എന്നെ അവർ പറിച്ചു കഴിക്കേണ്ടതിന് ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം എന്നെ എന്തെങ്കിലും ആക്കിയിരിക്കുന്ന ഭാഗമാണ്. ഞാൻ വാക്കുകൾ പരിമിതി കുറിക്കട്ടെ. പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ മഹത്വം നമ്മൾ വെളിപ്പെടുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ മഹത്വം നമ്മളെ ശക്തമായി വെളിപ്പെടും. സ്തോത്രം. ഈ രാത്രി കർത്താവ് നമ്മൾ സംസാരിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുന്നവനല്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുന്നവൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. കടലിലുള്ള മീന്, വലയിൽ കുരുങ്ങിയ മീന്, കനലിൽ വെച്ച മീന്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യക്തമായി വെളിപ്പെടട്ടെ. നമ്മളെല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം യേശുവിന്റെ പ്രാർത്ഥി. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നല്ലോ. ഞങ്ങൾ വല്ലാത്ത ആകുലത്തോടുകൂടെ ബന്ധത്തിൽ, വല്ലാത്ത പ്രയാസത്തിൽ കൂടെ ബന്ധത്തിൽ ഞങ്ങൾ കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങൾക്കൊണ്ട് വലിയൊരു പദ്ധതി ഒരുക്കണമേ. ഈ ദിവസങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ യേശുവിന്റെ കരം ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. അധരങ്ങൾ ദൈവത്തിന്റെ കരം ഏൽപ്പിച്ചാട്ടെ. കർത്താവെ, നമ്മളെ ആരാധിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. വല്ലാത്തൊരു ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, വല്ലാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് വെളിപ്പെടുവാനായി ദൈവത്തിന് കരേൽപ്പിക്കാം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴയനിക്കിൻപനാമം. ആമേൻ. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴയനിക്കിൻപനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമോ. മേലായ നാമം, ഭക്തജന വാഴ്ത്തും നാമോ. എല്ലാ മുഴങ്കാലും
മടങ്ങിടും തീരുമുൻപ് വല്ലാബദ്ധമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലം മടങ്ങിടും തീരുമുൻപ് വല്ലാബദ്ധമുള്ള നാമം. ആമേ ശ്രീയേശു നാമം അതിശയ നാമം, ഏഴെനിക്കിൻപ നാമം. ഓ ശ്രീയേശു നാമം അതിശയ നാമം, ഏഴെനിക്കിൻപ നാമം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാം, എന്നിൽ കനിഞ്ഞ നാമോ. എന്നിൽ കനിഞ്ഞ നാമോ. ആമേൻ. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ആമേൻ. അന്യനം മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ഓ ശ്രീയേശു നാമം അതിശയ നാമം.